നമുക്ക് തിരുവെഴുത്തുകളെ തുറക്കാം. ഇന്ന് നിങ്ങളോട് പറയാൻ എന്നെ ഭരമേൽപ്പിച്ച ആത്മീക ദൂതിലേക്ക് നമ്മുടെ ചിന്തകളെയും മനസ്സുകളെയും നമുക്ക് കൊണ്ടുവരാം. നമുക്ക് വിശുദ്ധ ബൈബിൾ തുറക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന് 34 മുതൽ 37 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ച് കേൾക്കാൻ പോകുന്നത്. വായിക്കുമ്പോൾ ശ്രദ്ധയോടെ വായിക്കണം. 34-ാമത്തെ വാക്യത്തിൻ്റെ 2-ാമത്തെ ലൈൻ മുതലാണ് നമ്മൾ വായിച്ചു തുടങ്ങാൻ പോകുന്നത്. 1-ാമത്തെ ലൈൻ നമ്മൾ പിന്നീട് വായിക്കും. 2-ാമത്തെ ലൈൻ മുതൽ നമുക്ക് വായിച്ചു തുടങ്ങാം. സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ടെന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. മതി. ഈ എബ്രായ ലേഖനത്തിന്റെ എഴുത്തുകാരൻ ധന്യനായ പൗലോസ്ലീഹയാണെന്നാണ് ഒട്ടുമുതൽ വേദശാസ്ത്രികളുടെയും അഭിപ്രായം. പൗലോസോ മറ്റൊരാളോ ആയിക്കൊള്ളട്ടെ, എഴുതിച്ചത് പരിശുദ്ധാത്മാവായതുകൊണ്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. എബ്രായ വിശ്വാസികൾ പലരും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചത് നിമിത്തം വലിയ പീഡകൾ അവർക്കുണ്ടായി. അവരുടെ സമ്പത്തൊക്കെ പലരും പിടിച്ചെടുത്തു. ചിലർ ജയിലറകളിൽ അടയ്ക്കപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് എബ്രായ വിശ്വാസികൾക്ക് എഴുത്തുകാരൻ ഈ ലേഖനം എഴുതുന്നത്. അവരോട് എഴുതി ഉറപ്പിക്കുകയാണ്, നിങ്ങളുടെ സമ്പത്ത് പോയെങ്കിൽ നിങ്ങൾ പേടിക്കരുത്, സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട്. 3 തിരിച്ചറിവുകൾ എഴുത്തുകാരൻ എബ്രായ വിശ്വാസികളോട് പറയുന്നതാണ്. കർത്താവിന് സ്തോത്രം. ഈ വാക്യത്തിനകത്തെ ആത്മീക സന്ദേശം 3 സന്ദേശവും ഞാനെന്ന് പറയാം. സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ടെന്ന് തിരിച്ചറിയണം. അതെല്ലാവരും കൂടെ പറഞ്ഞ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത്. അയ്യോ നാണംകേടായി പോയല്ലോ. നല്ല വാതുറന്ന് പറഞ്ഞ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത്. ഇവിടെ വീടില്ലെന്നും കാറില്ലെന്നും കടവാന്നും ജപ്തിയായെന്നും വീട്ടുകാരിറക്കി വിട്ടെന്നും പടിയടച്ച് വിണ്ടം വെച്ചെന്നും നിന്നെ ഒറ്റയ്ക്കാക്കിയെന്നൊക്കെ പറയുന്നവരോട് പറയാം, നിനക്ക് സ്വർഗത്തിൽ നിലനിൽക്കുന്ന സമ്പത്തുണ്ട്, ഉത്തമമായ. അപ്പൊ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമമായ സമ്പത്ത് ഉണ്ടെന്ന് തിരിച്ചറിയണമെന്ന് ധന്യനായ പൗലോസ്ലീഹ എബ്രായ വിശ്വാസികളെ എഴുതി ഉറപ്പിക്കുകയാണ്. 2-ാമത്തെ ഭാഗം ശ്രദ്ധിക്കുക. മഹാപ്രതിഫലം നിങ്ങൾക്കുണ്ടെന്നറിയണം. എന്തുവാ മഹാപ്രതിഫലം? സുവിശേഷ നിമിത്തം നിന്ന കേട്ടവർ, അപമാനം കേട്ടവർ, അപശ്രുതി കേട്ടവരൊക്കെ പറയാം, നിങ്ങൾക്ക് വലിയ പ്രതിഫലം ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് ഒരു കാര്യം കൂടെ തിരിച്ചറിയണം, വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നമുക്ക് ആവശ്യം. ഈ 3 സന്ദേശങ്ങൾ എനിക്ക് അനുവദിക്കപ്പെട്ട സമയത്തിനുള്ളിൽ ആത്മാവിൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ചതുപോലെ ഈ ദൂത് വിവരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ വചനം തന്നെ ഇപ്പം സണ്ണി പാസ്റ്ററോ ദൈവദാസനോ ഇവിടുത്തെ പാസ്റ്റർമാരോ ഒക്കെ എടുത്ത് വ്യാഖ്യാനിച്ചാൽ വേറൊരു ലെവലിൽ പോവും. കാരണം ദൈവവചനം ഒന്നാണെങ്കിലും അത് അവരവർക്ക് പകർന്നിരിക്കുന്ന ദൈവകൃപയ്ക്കൊത്താണ് അത് വിഭാജനം ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ ദൈവത്തിൻ്റെ ദൂത് പറയാം, ഇന്ന് നിനക്ക് വേണ്ടത് ദൈവം നിനക്ക് തന്നുകൊണ്ടേയിരിക്കും. അപ്പം ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കണം. എബ്രായ വിശ്വാസികളോട് എഴുത്തുകാരൻ എഴുതുകയാണ്, ദൈവത്തിന് സ്തോത്രം, സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമമായ സമ്പത്ത് നിങ്ങൾക്കുണ്ട്. 32-ാമത്തെ വാക്യം വായിച്ചേ. 32-ാമത്തെ വാക്യം വായിച്ചേ. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചു. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം, ഒരു കാലത്ത് നമ്മൾ ഇരുട്ടിലായിരുന്നു, ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് ദൈവിക പ്രകാശം ലഭിച്ചു. ഈ എബ്രായ ലേഖനത്തിൽ പൗലോസ് മറ്റൊരിടത്ത് ഇതേ പ്രയോഗം തന്നെ പറയുന്ന ഭാഗം നമുക്ക് കാണാൻ കഴിയും. അത് 6-ാം അധ്യായത്തിലാണ് കിടക്കുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ അതിൻ്റെ 4-ാമത്തെ വാക്യം, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുക. ഒരിക്കൽ പ്രകാശനം. നിങ്ങൾക്കറിയാമോ, പലരും ബൈബിൾ വായിക്കുന്നെങ്കിലും പ്രകാശനം ലഭിച്ചവർ കുറവാണ്. ദൈവത്തിന് സ്തോത്രം. പത്രോസ് പറയാ, അന്ധകാരത്തിൽ നമ്മളെ സ്തോത്രം, ഈ പ്രകാശനം പ്രാപിച്ചവരുടെ മുഖത്തായി തേജസ് വ്യാപരിക്കുന്നത്. ഒരിക്കൽ പ്രകാശനം പ്രാപിക്കുകയും ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുക. പ്രകാശനം പ്രാപിക്കുമ്പോൾ മുതൽ അവൻ എന്തോ ചെയ്യും? സ്വർഗീയ ദാനങ്ങൾ അങ്ങോട്ട് ആസ്വദിക്കാൻ തുടങ്ങും. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും. ദൈവത്തിന്റെ നല്ല വചനവും പിന്നെ വചനവും അങ്ങോട്ട് പ്രാപിക്കും. വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്യുന്നവർ പിന്മാറിപ്പോയാൽ. ഇവിടെ പൗലോസ് എഴുതുന്ന ഒരു ഭാഗം, ദൈവകൃപയിൽ ജനങ്ങൾ വരുന്ന പോലെ തന്നെ പിന്മാറ്റത്തിലും പോകുന്നുണ്ട്.
ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് വരുമ്പം എന്നെ ഒരാൾ ഫോൺ വിളിച്ചു. സ്തോത്രം. നല്ല ദൈവകൃപയിൽ നിന്നൊരു കുടുംബമാണ്. ഹല്ലേലൂയ. ആ ഭർത്താവിനോട് പറയുക, ഭാര്യയ്ക്ക് കുറച്ച് ദിവസമായി ദൈവത്തിൽ പോലും വിശ്വാസമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരിക, പ്രാർത്ഥിക്കുന്നില്ല, ദൈവവുമായിട്ട് ബന്ധമില്ല, അകന്നുപോയി. സ്തോത്രം. അപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ഒന്ന് മാറി മീറ്റിംഗ് വെക്കുന്ന എന്തിനാ? നിന്നെ അടുപ്പിച്ച് നിർത്താനാ. ദൈവകൃപയുടെ ആകർഷണത്തിൽ നിന്ന് അകന്നു പോകരുത്. അകന്നു പോയാൽ നിന്നെ പിന്നെ ഒന്നിനും കൊള്ളത്തില്ല. നീ ഇപ്പം നിൽക്കുന്നത് കൃപയാലാണ്. സ്തോത്രം. അപ്പം ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ കൂടെ എബ്രായ ലേഖനം 6:4 ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു മാനസിക രോഗിയായ മോളെയും കൊണ്ട് ഒരപ്പൻ പ്രാർത്ഥിക്കാൻ വന്നു. അപ്പൊ ഞാൻ അപ്പനോട് പറഞ്ഞു, അപ്പ രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം. നേരം പുള്ളി പറയുക, എൻ്റെ വല്യമ്മച്ചി പ്രാപിച്ചായിരുന്നു, ഞാനും പ്രാപിച്ചായിരുന്നു, പക്ഷെ ഇപ്പൊ പിന്മാറ്റത്തില്ല. സ്തോത്രം. അപ്പൊ പിന്മാറിപ്പോകുന്നവരുടെ എണ്ണം ഭയങ്കരമാണ്. സ്തോത്രം. ഒരിക്കലൊരു വീട്ടിൽ ഞാൻ ചെന്ന സമയത്ത്, സ്തോത്രം, ആ വീട്ടിലെ മോനോട് വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ അപ്പൻ കയറി വന്നു. അപ്പൻ എന്നോട് ഉടക്കെന്ന് പറഞ്ഞ കട്ട ഉടക്കം. സ്തോത്രം. അപ്പം ഉടക്കം മൂത്തപ്പം ഞാൻ ചോദിച്ചു, അച്ഛാ സ്നാനപ്പെട്ടാന്ന് ചോദിച്ചു. ഞാൻ സ്നാനപ്പെട്ട, അതൊക്കെ കയ്യിരിക്കട്ടെന്ന് പറഞ്ഞു. പുള്ളി സ്നാനപ്പെട്ട കണ്ടോ, മിണ്ടുന്നില്ല, കണ്ടോ. സ്തോത്രം. അപ്പം ദൈവത്തിന് സ്തോത്രം. പിന്നെ ഉടക്കൊക്കെ അവസാനം കൈവച്ച് പ്രാർത്ഥനയായി. സ്തോത്രം. അവസാനം പുള്ളി ഒന്ന് പ്രാർത്ഥിച്ചേ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാനിവിടെ പറയാൻ പോകുന്ന സാരം മനസ്സിലാക്കണം. കൃപയിൽ വന്നതുപോലെ തന്നെ ജനം പിന്മാറ്റത്തിൽ പോകുന്നുണ്ട്. ഇതിനിടയിൽ ഒരു പിന്മാറ്റക്കാരൻ പോലും ഉണ്ടാകരുത്. നിന്നെ പിന്മാറ്റത്തിൽ കൊണ്ടുപോകാൻ പല തന്ത്രങ്ങളും ശത്രു കൊണ്ടുവരും. പക്ഷേ ശക്തിയോടെ ജ്വലിച്ചു നിന്നോണം. സ്തോത്രം. ഇനി ദൈവത്തിന് സ്തോത്രം. ഇനി അതിന്റെ താഴത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചു കേൾപ്പിച്ചേ. കർത്താവിന് സ്തോത്രം. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുകയും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. പിന്നെ അവരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. അതുകൊണ്ട് എബ്രായ വിശ്വാസികളോട് എഴുത്തുകാരൻ എഴുതുകയാണ്, നിങ്ങൾ ഒരിക്കലും പിന്മാറിപ്പോകരുത്. അവർ പിന്മാറിപ്പോകാൻ കാരണം എന്നാണെന്നറിയാമോ? കർത്താവിന്റെ സ്തോത്രം. ഇനി ഇവിടെ ഒരു വലിയ അപകടം കൂടെ നിങ്ങളോട് പറയാൻ പോവാ. അവരുടെ സമ്പത്ത് അപഹരിക്കപ്പെട്ടു. നിങ്ങൾക്കറിയാമോ, ഈ ദൈവമക്കൾക്ക് എല്ലാം അറിയാം. നമ്മൾ ദൈവത്തിൻ്റെ അടുക്ക വരുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നമ്മുടെ സമ്പത്തെങ്ങാണ് ശത്രു ഇത്ര കൊണ്ടുപോയാൽ ആ കൂട്ടത്തിൽ പിന്മാറിപ്പോകുന്നവരുണ്ട്. സ്തോത്രം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, സമ്പത്തൊക്കെ ദൈവത്തിൻ്റെയാ. ദൈവം തരുന്നതുമാ, നിനക്ക് തരികയും ചെയ്യും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അത് ശത്രു അപഹരിച്ചാൽ നീ പേടിക്കരുത്. തന്നതിനേക്കാൾ വലുത് തരാൻ ദൈവത്തിന് കഴിയും. ഓ, നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാണ്. ഹല്ലേലൂയ. ഞാൻ ശുശ്രൂഷ നിൽക്കുന്ന സമയത്ത് ഒരു കാലത്ത് ഭയങ്കര കൃപയിൽ ഞാൻ ശുശ്രൂഷിക്കാൻ പോയ സ്ഥലത്തൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നൊരു മനുഷ്യൻ കഴിഞ്ഞിടെ സിഗരറ്റ് വലിച്ചുകൊണ്ട് എന്നെ മുമ്പിൽ വന്ന് വീണു. ഞാനിവിടെ സിഗ്നലിൽ കിടക്കുമ്പോൾ പുള്ളി ഓപ്പോസിറ്റിലെ വണ്ടി ഇരുന്ന്. ഇപ്പൊ ഞാൻ വിളിച്ചു, അച്ചാവോ. പുള്ളി ഉടനെ കളഞ്ഞു. ഞാൻ പറഞ്ഞു, വണ്ടി ഒതുക്കും, കണ്ണിൽ നിന്ന് പെട്ട് പോകരുത്. അപ്പൊ വണ്ടി ഒതുക്കി. ഞാൻ ചോദിച്ചു, എന്തുവാ പറ്റി? ഞാൻ കൃപയെന്ന് അന്നേ പോയല്ലോ. കണ്ടോ, മിണ്ടുന്നില്ല. ഞാൻ കൃപയെന്ന് എന്തുവാ കാര്യം? ഞാൻ ചെയ്ത് ബിസിനസ് പൊട്ടി പാസ്റ്റേ, ദൈവം എന്നെ സഹായിച്ചില്ല, ഞാൻ എൻ്റെ വഴിക്ക് പോയി. കണ്ടോ, ഇത് നിന്റെ കഴിവ് കൊണ്ട് ഉണ്ടാക്കിയെന്ന് ചിന്തിക്കരുത്. സ്തോത്രം. എപ്പോഴും വെച്ചടി കയറ്റമാണ് പ്രാർത്ഥന വരുന്നവന്റെ ലക്ഷ്യമെങ്കിൽ വെറുതെ കേറത്തില്ല. ഞാൻ തുറന്ന് പ്രസംഗിക്കുക. ഇനി ഇവിടെ ഒരു ദൂതി ഞാൻ 2 തലങ്ങൾ പറയാം. ഒന്ന്, ഭൂമിയിലെ സമ്പത്തിനെ കുറിച്ചും സ്വർഗത്തിലെ സമ്പത്തിനെ കുറിച്ചും പറയാൻ പോവാ. നമ്മൾ ഭൂമിയിലെ സമ്പത്തും അറിയണം, സ്വർഗത്തിലെ സമ്പത്തും അറിയണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. നമുക്ക് ബൈബിളിലോട്ടൊന്ന് വരാം. കർത്താവിന് സ്തോത്രം. ഈ ഭൂമി ജീവിക്കും നമുക്ക് സമ്പത്ത് വേണ്ടായോ? സത്യം പറയാം, വേണ്ടായോ? സമ്പത്ത് പിശാചല്ല. ചെല്ലു പറയും സമ്പത്തല്ല പിശാച്, നിന്റെ കണ്ണവത്തിക്കരി ഉടക്കുന്നതാ പിശാച്. ഹല്ലേലൂയ.
ഇനി ബൈബിള് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഹല്ലേലൂയ. 3-ാം സ്വർഗം വരെ പോയ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ ഞാൻ വായിക്കേണ്ട വാക്യത്തിലോട്ട് വരാം. കർത്താവിന്റെ സ്തോത്രം. പൗലോസ് പറയുക, നമ്മുടെ ദൈവം സമ്പന്നനായ ദൈവമാണ്. നമ്മുടെ ദൈവം ആരാ? സമ്പന്ന. അപ്പൊ നമ്മുടെ ദൈവം ആരാ? സമ്പന്നനാ. ധൈര്യത്തോടെ പറഞ്ഞു, എൻ്റെ ദൈവം സമ്പന്നനാന്ന് പറ. എൻ്റെ ദൈവം സമ്പന്നനാ. ഇനി ഒരു വാക്യം വായിക്കണം. അത് കൊരിന്ത്യ സഭയോട് പൗലോസ് പറയുന്ന വാക്യമാണ്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം. ഇപ്പം അത് വിമർശകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ബ്രദറെ ആത്മീക സമ്പന്നതയെ കുറിച്ചാണ് പറയുന്നത്. ആണ്. ആത്മീക സമ്പന്നത മാത്രമല്ല, ഭൗതിക സമ്പന്നതയും ഉണ്ട്. സ്തോത്രം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനം. ദൂതിലോട്ട് വരാം. കർത്താവിന് സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. പൗലോസ് കൊരിന്ത്യ സഭയോട് പറയും, നിങ്ങൾ ഒരു കാര്യം അറിയണം. നമ്മുടെ ദൈവത്തിന് സ്തോത്രം, നാം ഈ സമ്പന്നനായിരുന്നിട്ടും തൻ്റെ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നനാകേണ്ടതിന് അവൻ ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയണം. എന്ന് പറഞ്ഞാൽ ക്രിസ്തു സമ്പന്നനാണ്. അവൻ ദരിദ്രനായി ഇറങ്ങി വന്നത് എന്തിനാണെന്നറിയാമോ? ദരിദ്രനായി കിടക്കുന്ന നിന്നെ സമ്പന്നനാക്കാനാ. അത് വിശ്വാസത്തിൽ സമ്പന്നരാക്കാൻ, പ്രാർത്ഥനയിൽ സമ്പന്നരാക്കാൻ, വചനത്തിൽ സമ്പന്നരാക്കാൻ, ഭൗതികമായി അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, നമ്മുടെ ദൈവം സമ്പന്നനാന്ന് പറ. ഒന്ന് പറ, നിങ്ങളുടെ കടം നിമിത്തം കിടക്കുന്ന ആ ഇരുട്ടൊക്കെ മാറിപ്പോകട്ടെ. നമ്മുടെ ദൈവം ആരാണ്? ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ സദൃശവാക്യം ചമച്ചപ്പോൾ ശലോമോൻ പറയുന്ന ഒരു വാക്യം സദൃശവാക്യത്തിലുണ്ട്. വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കണം. 8-ാം അധ്യായം 18-ാം വാക്യം. എൻ്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും ഉണ്ട്. അപ്പൊ ദൈവത്തിൻ്റെ എന്തുണ്ട്? ധനമുണ്ട്, മാനമുണ്ട്, എന്തുവാ? പുരാതന സമ്പത്തുണ്ട്. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹഗ്ഗായിയുടെ പ്രവചനം 2-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഹഗ്ഗായിയുടെ പ്രവചനം 2-ാം അധ്യായം 8-ാമത്തെ വാക്യം. ദൈവത്തിന് സ്തോത്രം. വെള്ളി എനിക്കുള്ളത്, പൊന്നും എനിക്കുള്ളതെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. അപ്പൊ നിങ്ങൾ കേട്ടോ, എൻ്റെ പക്കൽ ധനമുണ്ട്, മാനമുണ്ട്, പുരാതന സമ്പത്തുണ്ടെന്ന് ശലോമോൻ പറയുകയാണ്. ദൈവത്തിന്റെ പക്കൽ ധനമുണ്ട്, ദൈവത്തിന്റെ പക്കൽ മാനമുണ്ട്, ദൈവത്തിന്റെ പക്കൽ പുരാതന സമ്പത്തുണ്ട്. ഹഗ്ഗായി പ്രവചിക്കുകയാണ്, വെള്ളി എൻ്റേതാണ്, പൊന്ന് എൻ്റേതാണെന്ന് യഹോവ അരുളി ചെയ്യുകയാണ്. പൗലോസ്ലീഹ പറയുകയാണ്, എൻ്റെ ദൈവം സമ്പന്നനാണ്. അപ്പൊ ചോദ്യമേ, ഇനി ഒരു ചോദ്യം ചോദിക്കാം. ഇത്രയേ സമ്പന്നനായ ദൈവം എന്താ നമുക്ക് സമ്പത്ത് തരാത്തെ? നമുക്കെന്താ സമ്പത്ത്? ഒരു ചോദ്യമല്ലയോ? സ്വർഗത്തിലെ ഉത്തമമായ സമ്പത്ത് എന്താ? പാസ്റ്ററെ, വീട് ജപ്തിയെ കിടക്കുക, കടബാധ്യത കിടക്കുക. കർത്താവിന് സ്തോത്രം. എന്താ ഞങ്ങൾക്ക് സമ്പത്ത് തരാത്തെ? എല്ലാ ചോദ്യത്തിനും ഉത്തരവാ. അപ്പൊ എൻ്റെ ദൈവം ആരാണ്? സമ്പന്നനാ. ഒന്ന് കൈ കൊടുത്തേച്ച് പറ, എൻ്റെ ദൈവം സമ്പന്നനാന്ന് പറ. സ്തോത്രം. ഇനി റോമർക്ക് എഴുതിയ ലേഖനം പൗലോസ്ലീഹ പറഞ്ഞ ആദ്യത്തെ വാക്യത്തിലോട്ട് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരിക. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 12-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 10-ാം അധ്യായം 12-ാമത്തെ വാക്യം. യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. അപ്പൊ ഈ വാക്യം വെച്ച് നോക്കിയാൽ ദൈവത്തെ വിളിക്കുന്നവന് കൊടുക്കാനാ ദൈവം സമ്പത്ത് വെച്ചേക്കുന്നേ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. അതുകൊണ്ട് ആരെങ്കിലും സമ്പന്നരായ അസൂയപ്പെടരുത്. ദൈവത്തെ വിളിക്കുന്നതിന് ദൈവം വെച്ചേക്കുന്ന അവകാശമാ സമ്പത്ത്. എത്ര പേർക്ക് അതിന് ആമീൻ പറയാൻ പറ്റും? ഈ തിരിച്ചറിവുണ്ടാകണം. നീ കടബാധ്യതയെ കയറി കുരുങ്ങി കിടക്കുമ്പോൾ കർത്താവെ ഒരു വഴി തുറന്നു തരണേ എന്ന് പ്രാർത്ഥിക്കണം. ദൈവം തന്നാലേ നിന്റെ കുബുദ്ധി അതിനകത്ത് ഉപയോഗിക്കരുത്. നീ ശാന്തമായിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. നിനക്ക് വേണ്ട വഴികൾ ദൈവം തുറന്നു തരും. അപ്പം ദൈവത്തിന് സ്വന്തം തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, അതായത് ഇച്ചിരി നല്ല ഭാഷ പറയാം, പ്രാർത്ഥിക്കുന്നവർക്ക്. വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് വേദപുസ്തകത്തിൽ പഠിക്കുന്നുണ്ട്. ആ മനുഷ്യൻ ഒരിക്കല് ദൈവത്തിന് സ്തോത്രം 1000 ഹോമയാഗം ദൈവത്തിന് അർപ്പിച്ചു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായത്തിലാണ് ആ സംഭവം വിവരിക്കുന്നത്. 1000 ഹോമയാഗം ദൈവത്തിന് കൊടുത്തു. എന്തോ 1000 സ്തോത്രം. പാസ്റ്ററെ, ഇപ്പൊ ഹോമയാഗം ഉണ്ടോ? ഇല്ല, ഇപ്പൊ സ്തോത്രയാഗവാ. ഇപ്പൊ എന്തോ യാഗവാ? സ്തോത്രയാഗം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വന്നേ പിന്നെ എത്ര സ്തോത്രയാഗം കൊടുത്തു? എല്ലാം കൂടി ഒരു 10 രൂപയിലും കൊടുത്തോ?
കണ്ടോ, മിണ്ടുന്നില്ല. ആ ശലോമോൻ എത്ര കൊടുത്തു? 1000 ഹോമയാഗം കഴിച്ചപ്പോൾ അന്നേരം ഒന്നും നടന്നില്ല. പുള്ളി ഉറങ്ങാൻ പോയപ്പോൾ സ്വപ്നത്തിൽ ദൈവം വന്നു, ശലോമോനെ നിനക്ക് എന്തോ വരം വേണം. അപ്പൊ ശലോമോൻ പറഞ്ഞു, ഈ ജനത്തെ നയിക്കാനുള്ള ജ്ഞാനം മതി. ഉടനെ ദൈവം പറയുകയാണ്, വാക്യം എടുത്തേ, 1 രാജാക്കന്മാർ 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ. ഇതിനു പുറമെ നീ അപേക്ഷിക്കാത്തതായ. അപ്പൊ അവൻ അപേക്ഷിച്ചത് ദൈവം അവന് കൊടുത്തു. അതിലെ 2 വാക്യം കൂടെ മേളി വായിക്കാവോ? ദൈവത്തിന് സ്തോത്രം. ദൈവം അവനോട് അരുളിച്ചത് എന്തെന്നാൽ നീ ദീർഘായുസോ സമ്പത്തോ ശത്രുസംഹാരമോ ഒന്നും അപേക്ഷിക്കാതെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നീ സമ്പത്തിന് പ്രാർത്ഥിക്കണമെന്നില്ല. നീ പ്രാർത്ഥിച്ചോണ്ടിരുന്നാ മതി. സമ്പത്തൊക്കെ നിനക്ക് ദൈവം തന്നോണ്ടേയിരിക്കും. ശലോമോനോട് ദൈവം പറയുക, ശലോമോനെ, അതിന്റെ മുകളിലത്തെ പാരകൾ ശലോമോന് ദൈവം സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. വാക്യം എത്ര? 5-ാം വാക്യം. ഗിബിയോനിൽ വെച്ച് യഹോവ രാത്രിയിൽ ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഗിബിയോനിൽ വെച്ച് യഹോവ രാത്രിയിൽ ശലോമോന് പ്രത്യക്ഷനായി. അപ്പൊ രാത്രിയിൽ ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, അല്ലെങ്കിൽ പ്രത്യക്ഷനായി. നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചുകൊള്ളുക എന്ന് ദൈവം ഞാനൊരു വിശ്വാസം പറയാം. എത്ര പേര് ആമീൻ പറയും? ഇന്ന് നിന്റെ വീട്ടിൽ നിന്റെ സ്വപ്നത്തിൽ ദൈവം പ്രത്യക്ഷനാകണം. ശലോമോന് സ്വപ്നത്തിൽ വെളിപ്പെട്ട ദൈവം നിനക്കും വെളിപ്പെടുത്തട്ടെ. പൗലോസിന്റെ കാരാഗൃഹത്തിനകത്ത് കിടക്കുമ്പോൾ ദൈവം ഇറങ്ങി വന്ന് സംസാരിച്ചതുപോലെ നിന്റെ വീടിനകത്ത് ദൈവം ഇറങ്ങി വരട്ടെ. കേട്ടോ, 1000 ഹോമയാഗം കഴിച്ചു ഉറങ്ങാൻ കിടന്നവന്റെ അടുക്കൽ ദൈവം ഇറങ്ങി വന്നു. 10 കോടി രൂപ കിട്ടുന്നതിനേക്കാൾ നല്ലതാ ദൈവം ഇറങ്ങി വരുന്നേ. അല്ലയോ നിങ്ങൾ നോർത്ത, ഇന്ന് രാത്രി നിന്റെ കൂരയ്ക്കകത്ത് ദൈവം ഇറങ്ങി വരുന്ന കാഴ്ച. അബ്രഹാമിനോടൊന്ന് ചോദിച്ചേ. അബ്രഹാം പറയും, എന്റെ കൂടാരത്തിൽ ഇന്നലെ ദൈവം ഇറങ്ങി. അതുകൊണ്ട് എന്താ അബ്രഹാമെ നടക്കാൻ പോകുന്നത്? അബ്രഹാം പറയും, നടക്കാൻ പോകുന്നത് 25 വർഷമായി അടച്ചു പൂട്ടിയ ഫയല്. താങ്ക് യു ലോർഡ്. കണ്ടോ, ഈ വചനം കേൾക്കുമ്പോൾ ചിലരോട് ദൈവാത്മാവ് ദൂത് പറയാ, ദൈവം നിന്റെ വീട്ടിൽ ഇറങ്ങാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും ശാസിക്കുക. ഉറക്കത്തിൽ ദുസ്വപ്നങ്ങൾ അടിച്ചുവിടുന്ന, ദൈവ സാന്നിധ്യത്തെ തകർക്കുന്ന അന്ധകാര വലയങ്ങളെ എവിടെ ഒരുക്കം നടക്കുക. ഒരു കൃഷിക്ക് നിലം ഒരുക്കുന്നത് പോലെ ചില ഹൃദയങ്ങൾ ഒരുക്കപ്പെടുകയാ. നന്ദി കർത്താവേ. നിന്റെ ദൈവിക ബന്ധത്തെ ഉടച്ചു കളയത്തക്കാണ് ദുസ്വപ്നങ്ങളും ദുഷ്പ്രവൃത്തികളും കൊണ്ട്, ദുർചിന്തകളും കൊണ്ട് നിന്റെ ഉപബോധ മനസ്സിനെ ബന്ധിച്ചിരിക്കുന്ന ദുഷ്ടശക്തികൾ ഇന്ന് യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോകണം. നിന്റെ അകത്തെ ആത്മീകത ജ്വലിച്ചു വരട്ടെ. നിന്റെ അകത്തെ വിശ്വാസം ജ്വലിച്ചു വരട്ടെ. നിന്റെ അകത്തെ കൃപ. നന്ദി കർത്താവേ. പ്രായത്തെ കവിയുന്ന ഒരു അഭിഷേകം നിന്റെ മേലെ വീഴാൻ പോവുക. അഹരോന്റെ തലയിൽ ഒഴിച്ച അഭിഷേക തൈലം അവന്റെ താടി വഴി ഒഴുകി ഇറങ്ങിയത് പോലെ ആരാധന നടക്കുമ്പോൾ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന വീടുകൾക്കകത്ത്, ഓഫീസുകൾക്കകത്ത് നിന്റെ ആത്മീക ദർശനത്തെ പൊതിഞ്ഞു കെട്ടി വെച്ചിരിക്കുന്ന ആ ദുഷ്ടശക്തിയെ തമ്പുരാൻ അടുത്തിരിക്കുന്ന ആളെ ശ്രദ്ധിക്കരുത്. ശലോമോന് വെളിപ്പെട്ടവൻ നിനക്ക് വെളിപ്പെടട്ടെ. പൗലോസിന് വെളിപ്പെട്ടവൻ നിനക്ക് വെളിപ്പെടട്ടെ. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൊണ്ടുപോയി മറുരൂപ മലയുടെ നെറുകയിൽ വെച്ച് വെളിപ്പെട്ട ദൈവപുത്രൻ നിനക്ക്. നന്ദി കർത്താവേ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ വലിയ കാര്യങ്ങൾ ഇന്നത്തെ പ്രാർത്ഥനയെ നടക്കും. ശലോമോന് ദൈവം പ്രത്യക്ഷനായിട്ട് 5-ാമത്തെ വാക്യം വായിച്ചു കേട്ടെ. ഹല്ലേലൂയ. ഗിബിയോനിൽ വെച്ച് യഹോവ രാത്രിയിൽ ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. നിനക്ക് വേണ്ടുന്ന വരം. ശലോമോന് എങ്ങനെ പ്രത്യക്ഷനായി? സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. നിനക്ക് അടുത്തിരിക്കുന്ന ആളോടൊന്ന് കൈ കൊടുത്ത് ചോദിച്ചാൽ, സ്വപ്നം കാണാൻ ആഗ്രഹം ഉണ്ടോന്ന് ചോദിച്ചു. ഉണ്ടോ? കാല് മുറിഞ്ഞു പോകുന്നതും, കൈ ഒടിഞ്ഞു പോകുന്നതും, പാമ്പ് വരുന്നതും, സർപ്പം ചുറ്റുന്നതും ഒക്കെ പല രാത്രിയും കാണുന്നുണ്ട്. ഇന്നലെ രാത്രി ഏണ്ടൊക്കെ കണ്ട് രാവിലെ ഓർക്കുന്നില്ല. ഇന്ന് നിന്റെ തലയ്ക്ക് വെളിവ് വീഴാൻ പോവാ. ഇനി അതൊന്നുമല്ല നീ കാണാൻ പോകുന്നേ. ദുഷ്ടൻ കൊണ്ടിരുന്ന സ്വപ്നങ്ങളെല്ലാം മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ദുഷ്ടൻ കൊണ്ടിരുന്ന ദുസ്വപ്നങ്ങൾ, ചിലരെ രാത്രികാലങ്ങളിൽ ദണ്ഡിപ്പിക്കുന്ന ദുസ്വപ്നങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഇന്നെന്തോ ആത്മതലങ്ങളിൽ ചില വിടുതലുകൾ നടക്കാൻ പോകുകയാ. ചില കൂടാരങ്ങൾക്കകത്ത് ശത്രു കലുതുള്ളി നിൽക്കുന്നത് ദൈവാത്മാവിനെ കാണിക്കുക. ഇന്നത്തെ പ്രാർത്ഥനയിൽ നിന്റെ വീടിനകത്ത് ദർശനങ്ങൾ നടക്കാതിരിക്കുവാൻ, നിന്റെ വീട്ടിൽ ദൈവപ്രവർത്തികൾ നടക്കാതിരിക്കുവാൻ പലതരത്തിലുള്ള ദുഷ്ടന്റെ ആക്രമണങ്ങൾ നിന്റെ വീടിനെതിരെ തലപൊക്കുമ്പോൾ ഇന്നതിനെ ശാസിക്കുന്ന ചിലരുടെ ദർശനതല
അപ്പൊ ശലോമോന് ദൈവം പ്രത്യക്ഷനായി, സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. വായിച്ച 5-ാമത്തെ വാക്യം. ദൈവത്തിന്റെ സ്തോത്രം. ഗിബിയോനിൽ വെച്ച് യഹോവ രാത്രിയിൽ ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചു കൊള്ളുക എന്ന് ദൈവം അരുളി ചെയ്തു. കർത്താവ് അവനോട് ചോദിക്കുക, നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചു കൊള്ളുക. അപ്പൊ അവന്റെ മനസ്സിൽ ഈ സമ്പത്ത് വേണം എന്നാണ് അവൻ എന്താ ചോദിക്കത്തുള്ളൂ. അവൻ ചോദിച്ചേ കേട്ടോ, ഈ ദൈവമൊക്കെ ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ വന്നൊരു വരം വേണമെന്ന് ചോദിച്ചാൽ നമ്മളെ അന്നൊരു A4 ഷീറ്റ് പേപ്പറുമായിട്ട് ഇരുന്നേന്. ശലോമോന് കണ്ടോ, ആ ഈ സ്തോത്രം പറയുന്നവനെ അതിന്റെ വില അറിയത്തുള്ളൂ. 1000 യാഗം അങ്ങോട്ട് നടത്തി വെച്ച് രാത്രി ഉറങ്ങാൻ അങ്ങോട്ട് കടന്നു. അന്നേരം ഇങ്ങനെ ശത്രു കൊമ്പുലിക്കുമെന്ന് കാണുക, ദൈവം സ്വപ്നത്തിൽ ഇങ്ങോട്ട് ഇറങ്ങി വന്നു. യാക്കോബ് ഉറങ്ങാൻ അങ്ങോട്ട് കടന്നു. നമ്മൾ മെത്തെ കടന്നിട്ട് ഉറങ്ങുന്നില്ല. ഇന്നലെ രാത്രി ഉറങ്ങാത്തവര് കൈവെക്കാൻ പറഞ്ഞ ഇവിടെ ഒരു 10-25 പേര് കൈ. സ്തോത്രം. ഇന്നാരോ എന്നോട് വന്ന് പറഞ്ഞു 10 കൊല്ലമായി ഉറങ്ങിയിട്ടെന്ന്. അയ്യോ, ഞാൻ ദൈവത്തെ സ്തുതിച്ചു. ഞാൻ ഇന്നലെ എന്നെ ഉറങ്ങി. യോഗത്തിൽ നിന്ന് ഉറങ്ങുന്ന വരവല്ല. സ്തോത്രം. യാക്കോബ് ഉറങ്ങാൻ കിടന്നു. എന്നല്ല ഉറക്കത്തി ഒരു സ്വപ്നത്തിൽ ഒരു ഗോവേണി, അല്ലാതെ അരണ എഴഞ്ഞു വരികയല്ല, ഗോവേണി. അതേ കൂടെ ദൂതന്മാർ ചാടി എഴുന്നേറ്റ്, ഈ സ്ഥലം എത്ര ഭയങ്കര, ഇത് ദൈവത്തിന്റെ ആലയം. എന്നിട്ട് അതിന്റെ മേള നിന്നോട് ദൈവം അരുളി ചെയ്യുക, നീ തീരാൻ പോകുക അല്ലടാ യാക്കോബേ, നീ തുടങ്ങാൻ പോവുക. കണ്ടോ, സ്വപ്നത്തിൽ ഇടപെടുക ദൈവം. യോസഫിന്റെ ലൈഫിനെ മാറ്റിയത് സ്വപ്നമാണ്. ഇവിടെ ഇരിക്കുന്ന ചിലനോട് ഞാൻ ദൂത് പറയുക, ദൈവത്തിന്റെ സ്വപ്നം നിന്റെ ജീവിതത്തെ മാറ്റും. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒരു പ്രവചനം പ്രവചിക്കുക, അത് നല്ലതാ, ദൂതല്ലേ. പക്ഷെ അതിനെക്കാട്ടി എഫക്റ്റാ നീ ഒരു സ്വപ്നം കണ്ടാൽ. രാവിലെ എഴുന്നേറ്റ് വരുമ്പം നിർത്താത്ത അന്യഭാഷ. എന്നാ ബ്രദറെ, ഒന്നും പറയണ്ട ബ്രദറെ, പിന്നെ പറയാം, പ്രയറാ. എന്നാ കാര്യം? സ്വപ്നത്തിൽ എന്തോ കിട്ടിയിട്ടുണ്ട്. സക്കരിയാവ് അകത്ത് കയറി ദർശനത്തിൽ ഒരു ദൂത് കേട്ടേ ഉള്ളൂ. പുള്ളിയുടെ ശബ്ദം അങ്ങ് പോയി. പുള്ളിയുടെ ചെന്ന പോയിട്ട് എന്തുവായി? എന്നാ മിണ്ടാത്ത? മൗനമായി. ആൾക്കാരെല്ലാം പറഞ്ഞ് അവന്റെ വായടഞ്ഞു, അവനെ മിണ്ടാതിരുന്നു. പക്ഷെ കഥ അങ്ങനൊന്നുമല്ല. ദൂത് കേട്ടപ്പോ അവന്റെ ശബ്ദം അങ്ങ് പോയത്. അത് അമ്മാതിരി ദൂതായിരുന്നു. പക്ഷെ ശബ്ദം പിന്നെ വന്ന് എപ്പോഴെന്നറിയാമോ? ദൂത് വീട്ടിൽ നിവർത്തിക്കപ്പെട്ടപ്പോൾ. നിന്റെ വീട്ടിൽ എന്തോ സംഭവിക്കാൻ പോവാ. അന്ധകാരത്തിന്റെ അന്തരീക്ഷങ്ങൾ പൊട്ടാൻ പോവാ. നിന്നെ എന്ന് രോഗിയാക്കി ദണ്ണിപ്പിക്കുന്ന ദുരാത്മാവ് നിന്റെ വീട്ടിൽ നിന്ന് പടിയിറങ്ങണം. ദിവ്യ ദർശനം പ്രാപിച്ച ഒരു ദർശനം പ്രാപിച്ച ദൈവത്തിൽ നിന്ന് നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാൽ ചിലരൊക്കെ ജനം എടുത്തോണ്ട് നടക്കുന്നതിന്റെ രഹസ്യം എന്നാ? ഒരു ദർശന. നാട്ടുകാരുടെ കുറ്റവും ഉപദേശിമാരുടെ കുറ്റവും അച്ഛന്മാരുടെ കുറ്റവും പാസ്റ്റർമാരുടെ കുറ്റവും. നീ പോയിരുന്നൊരു വെളിപ്പാട് പ്രാപിക്കും. നീ വെളിപ്പാട് പ്രാപിച്ച പിന്നെ നീ ഇരിക്കാൻ കൊതിക്കും. ഒരു വെളിപ്പാട് പ്രാപിച്ചാൽ മതി, അതിനൊന്ന് ഇരിക്കും ദൈവത്തിന്റെ മുമ്പിൽ. ശലോമോന് ദൈവം പ്രത്യക്ഷനായപ്പോൾ ചോദിച്ചു, നിനക്ക് എന്നാ വരം വേണമെന്ന് ചോദിച്ചു. ശലോമോൻ ഉടനെ പറഞ്ഞ മറുപടി ഒന്ന് കേട്ടേ. അതിന് ശലോമോൻ പറഞ്ഞു എന്തെന്നാ, എന്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസൻ സത്യത്തോടും നീതിയോടും ഹൃദയപരമാർത്ഥതയോടും കൂടെ നിന്റെ മുൻപാകെ നടന്നതിന് ഒത്തവണ്ണം നീ അവന് വലിയ കൃപ ചെയ്ത് ഈ വലിയ കൃപ അവനായി പാലിക്കുകയും ഇന്നുള്ളതുപോലെ അവന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ അവനൊരു മകനെ നൽകുകയും ചെയ്തിരിക്കുന്നു. എന്റെ ദൈവമായ യഹോവേ, നീ അടിയനെ ഇപ്പോൾ എന്റെ അപ്പനായ ദാവീദിന് പകരം രാജാവാക്കിയിരിക്കുന്നു. ഞാനോ ഒരു ബാലനത്രേ. ഈ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ വിജയം എന്താണെന്നറിയാമോ? സ്വയം കഴിവില്ലെന്ന് തോന്നുന്നു ആ വിജയം. ഞാനൊരു ബാലനാ. ഞാനൊരു ബാലനത്രേ, കാര്യാദികൾ നടത്തുവാൻ എനിക്ക് അറിവില്ല. എനിക്ക് ഈ കാര്യം ഒന്നും നടത്താൻ അറിയത്തില്ല. നീ തിരഞ്ഞെടുക്ക. നിനക്ക് അറിയാവുന്നുള്ള ആ അഹംഭാവം അങ്ങ് വിട്. കഴിഞ്ഞ 46 വർഷമായിട്ട് ഞാനിങ്ങനെ കുതിച്ചാണ്. അല്ലെന്ന് അറിവ് കൊണ്ട് കാര്യമില്ലെന്ന് അവൻ പറയാം. എനിക്ക് യാതൊരു അറിവും ഇല്ല.
നീ തിരഞ്ഞെടുത്തതും പെരുപ്പം നിമിത്തം എണ്ണവും കണക്കുമില്ലാത്തതുമായി വലിയൊരു മഹാജാതിയായ നിന്റെ ജനത്തിന്റെ മധ്യേ അടിയനിരിക്കുന്നു. ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ. എനിക്ക് ഒറ്റ സബ്ജക്റ്റേ ഉള്ളൂ, എനിക്ക് വിവേകമുള്ള ഒരു ഹൃദയം, അത് മാത്രം. അവൻ ചോദിച്ചത് ദൈവത്തിന് പ്രസാദമായി. അങ്ങനെയല്ലേ വാക്യം? അവൻ ചോദിച്ചത്, ശലോമോന് ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി. ദൈവത്തിന് അങ്ങ് ഭയങ്കര സന്തോഷമായി. ദൈവം അവനോട് അരുളി ചെയ്യുന്നതെന്നാൽ നീ ദീർഘായുസോ. ദീർഘായുസ് നമ്മൾ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ കാര്യവും പറയുന്നത്. നീ ദീർഘായുസോ. കഴിഞ്ഞടെ 78 വയസ്സുള്ള ഒരു അച്ഛൻ എൻ്റെ അടുക്കൽ ഒന്ന് ദീർഘായുസിൽ പ്രാർത്ഥിപ്പിച്ചു പോയി. ഞാൻ അപ്പച്ചൻ പോയിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു, നമ്മൾ 78 വരെ പോവാടാവേ? 78 വന്ന അപ്പച്ചന് അങ്ങനെ. അപ്പം സാധാരണ മനുഷ്യൻ എന്തുവാ ചോദിക്കുന്നേ? ദീർഘായുസ്. മനുഷ്യന് പേടിയുണ്ട്, ഒറ്റ ഒരു കാര്യത്തെ പേടിയുള്ളൂ. എന്താണെന്നറിയോ? മരണം. ആ പേടി ഇല്ലായിരുന്നേ നാമൊക്കെ ആരായൻ. ഈ തമ്പുരാൻ അറിയാം നമ്മൾ ഈ അഹങ്കാരികളാകുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് തമ്പുരാൻ ഈ ശാസ്ത്രത്തെ നമ്മളെ നിർത്തിയേക്കുന്നത്. ഞാൻ എപ്പോഴും ഓർക്കുവേ, നമ്മൾ ഈ വാച്ചയിലടയ്ക്ക് സമയം നോക്കുന്ന പോലെ നമ്മളിങ്ങനെ ഓർത്തോർത്ത് ശ്വസിക്കുമായിരുന്നല്ലേ. നമ്മളിങ്ങനെ ശ്വസനം നടക്കുന്ന നമ്മൾ അറിയുന്നുണ്ടോ? അങ്ങനെ നീ ഉറങ്ങുമ്പോഴും എന്താ ചെയ്തു? നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് സ്റ്റാർട്ടാക്കി വിട്ടതാ. ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആളാ ഇവിടെ? 70 വയസ്സ് മേലുള്ള ആരെങ്കിലും ഉണ്ടെന്ന് കൈപൊക്കിക്ക്. 80 മേലുള്ളവരുണ്ട് കൈപൊക്കിക്ക്. എത്രയായി അപ്പച്ച? 82. അപ്പച്ചന് 2 കൈയും തളർന്നു പോയതാ, ഇവിടെ വന്ന സൗഖ്യമായി. 82-ാമത്തെ വയസ്സിൽ ഇന്നും എന്നോട് ഒന്ന് സാക്ഷി പറഞ്ഞാ ഇവിടെ ഇരിക്കുന്നത്. 82 വയസ്സുള്ള അപ്പച്ചൻ ഇന്ന് അവിടെ ആയുസോടിരിക്കാൻ കാരണം അമ്മയുടെ ഉദരത്തിൽ സ്റ്റാർട്ടാക്കി വിട്ട. ഇതുവരെ മിഷൻ ഓഫായില്ല. അപ്പച്ചൻ ഉറങ്ങി, പക്ഷെ ഓഫായില്ല. ഓഫായ അടക്ക. അതുകൊണ്ടാ പൗലോസ് തിരിച്ചറിഞ്ഞു പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം എൻ്റെ ദൈവത്തിന് സ്തോത്രമെന്നേ. എണ്ണിയാ തീരത്തില്ല മോനെ. ചിലരൊക്കെ ചോദിക്കും, ഈ പെന്തിക്കോസുകാരെല്ലാം കൂടെ എന്തിനാ സ്തോത്രം പറയുന്നേ? ഈ ആരാധനക്കാരെല്ലാം കൂടെ എന്തിനാ ഹല്ലേലൂയ പറയുന്നേ? എടാ പൊന്നു മോനെ, നിനക്ക് നിന്റെ മർമ്മം അറിയത്തില്ല. നടത്തിയ വഴി ഓർത്താൽ അറിയാതെ തിരിച്ചറിഞ്ഞ് ദൈവത്തിനോട് സ്തോത്രം ചെയ്യേ. ഇന്ന് ദൂതിലോട്ടൊന്ന് വരട്ടെ. കർത്താവിന് സ്തോത്രം. അപ്പം മനുഷ്യൻ ചോദിക്കുന്ന ഒന്നാ ദീർഘായുസ്. അതെന്ത് ചെയ്തില്ല? ശലോമോൻ ചോദിച്ചില്ല. പിന്നെന്തുവാ ചോദിച്ചേ? ദീർഘായുസോ സമ്പത്തോ. രണ്ടാമത് ചോദിക്കുന്ന കാര്യ സമ്പത്ത്. ദൈവത്തിന് അങ്ങോട്ടില്ലയോ? എനിക്ക് പട്ടത്തൊരു 50 സെന്റും കൂടെ തന്നാൽ എന്താ? ഇതെല്ലാം കൂടെ ആർക്ക് വെച്ചോണ്ടിരിക്കുക? അങ്ങ് വിട്ടുന്നില്ലല്ലോ. നിങ്ങൾ കഴിഞ്ഞ മാസത്തെ ചോദിച്ച കാര്യമായി പറയുന്നു. ശലോമോൻ എന്തോ ചോദിച്ചില്ല? ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരമോ ചോദിച്ചില്ല. നിർത്തി. അപ്പൊ ദീർഘായുസ് ചോദിച്ചില്ല, സമ്പത്ത് ചോദിച്ചില്ല, പിന്നെ ശത്രു സംഹാരം. എന്നെ കാണുമ്പോ എല്ലാരും അടിച്ചു പോണേന്ന് പറഞ്ഞില്ല. നമ്മൾ വല്ല പറയും, ബ്രദറെ എനിക്കെതിരെ പോരാടിയവന്റെ വീട്ടിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് അവന്റെ വീട്ടിൽ മരണം നടന്ന് എനിക്ക് പോയി കാണണം. മിണ്ടുന്നില്ലല്ലോ. നാളെ ഒരാൾ എന്നോട് വന്ന് പറഞ്ഞു, പാസ്റ്ററെ എന്നെ ഒരുത്തം ചീത്ത വിളിച്ച് പിറ്റേന്ന് അവന്റെ വീട് കത്തിപ്പോയി. ഞാൻ അങ്ങ് സ്തുതിച്ചു. ഞാൻ പറഞ്ഞു, ഒത്തിരി സ്തുതിക്കണ്ട. മിണ്ടുന്നില്ല. നിന്നോട് മിണ്ടുന്നവരെല്ലാം കത്തിപ്പോവാന്നേ കേരളത്തിൽ ആള് കാണത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചു കേട്ടെ. ഇതൊന്നും ആരും ചോദിച്ചില്ല. ഇനിയുണ്ടോ? വേറെ ഉണ്ടോ? ഇല്ല. ശത്രു സംഹാരമോ ഒന്നും അപേക്ഷിക്കാതെ ന്യായപാലനത്തിനുള്ള വിവേകം എന്ന ഒരു കാര്യം മാത്രം അപേക്ഷിച്ചത് കൊണ്ട് ഞാൻ നിന്റെ അപേക്ഷ പ്രകാരം ചെയ്തിരിക്കുന്നു. നിന്റെ അപേക്ഷ പ്രകാരം നിനക്ക് ജ്ഞാനമുള്ള ഒരു ഹൃദയം തന്നിരിക്കുക. അതെ, സദൃശവാക്യത്തിലെ ജ്ഞാനമൊക്കെ ശലോമോൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ല, തമ്പുരാൻ കൊടുത്തതാ. ദൈവം പണ്ടൊരു കാര്യം ചെയ്യുന്നത് 2 പേരെ അങ്ങോട്ട് എഴുന്നേപ്പിച്ചു. ദൈവത്തിനൊരു കാര്യം ചെയ്യണം, ബെസലിയേനെയും ഓഹലിയാവിനെയും. എന്നിട്ട് ഇവന്മാരെ ദിവ്യജ്ഞാനം അങ്ങോട്ട് നിറച്ചു. എന്തിനാണെന്നറിയാമോ? ചിത്രപ്പണികൾ സങ്കല്പിച്ചുണ്ടാക്കാൻ. കണ്ടോ, ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ദൂത് പറയാം, ദൈവത്തിന് എന്തും ചെയ്യാൻ പറ്റും. എത്ര പേർക്ക് അതിന് ആമീൻ പറയും? നിന്റെ അന്തരംഗത്തെ അവൻ ജ്ഞാനം ഗ്രഹിപ്പിക്കട്ടെ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു പോയത് വേറെ വഴിക്കൂടെ പോകും. ഞാൻ ദൂതിലോട്ട് തിരിച്ചു വരിക. അപ്പം പറഞ്ഞു, അമ്മീൻ നീ ചോദിച്ചത് നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു?
തന്നിരിക്കുന്നു. ഇനി വായില്ലേ. ഞാൻ നിന്റെ അപേക്ഷ അപ്പൊ പ്രകാരം ഈ വാക്യത്തിൽ ചെയ്തിരിക്കുന്നു. നിന്ന് ഒരു കാര്യം മനസ്സിലായോ? ചോദിച്ചാ കർത്താവ് തരും. അവൻ ചോദിച്ചത് കൊടുത്തു. പിന്നെ ജ്ഞാനവും വിവേകമുള്ള ഒരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിനക്ക് സമനായവൻ നിനക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല, നിനക്ക് സമനായവൻ നിന്റെ ശേഷം ഉണ്ടാകുകയുമില്ല. ഇതിനു പുറമെ പറഞ്ഞു, ഞാൻ നിനക്ക് തന്നിരിക്കുക, നിനക്ക് സമനായ ഒരുത്തൻ നിനക്ക് മുമ്പും ഉണ്ടായിട്ടില്ല, പിമ്പും ഉണ്ടാവുകയല്ല. സ്തോത്രം, ദൈവത്തിന്റെ വാക്കാ. ഇനി അടുത്ത കേട്ടോ. ഇതിനു പുറമെ നീ അപേക്ഷിക്കാത്തതായ, നീ പ്രാർത്ഥിക്കാത്ത, ചോദിക്കാത്ത സമ്പത്തും. അപ്പൊ സമ്പത്ത് ചോദിക്കണോ? ഇങ്ങോട്ട് നോക്ക, ചോദിക്കണ്ട, മൂല്യമുള്ളത് ചോദിച്ചാൽ മതി. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ഒത്തിരി നമ്മുടെ ആവശ്യമെല്ലാം മത്തായി 6 ഇങ്ങനെ എഴുതി മേപ്പോട്ട്, എന്നിട്ട് മേളിയും താഴെ എഴുതി, കാക്കയെ നോക്ക്, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരല് കാക്കയെ പക്ഷികൾ എങ്ങനെ പോറ്റുന്നു, ഇങ്ങനെ ചോദിച്ചു താഴോട്ട് വന്നേച്ച് നമ്മുടെ മൊത്ത ആവശ്യം കൂടെ 6-7 വാക്യത്തിൽ കുത്തി നിറച്ചു പറഞ്ഞു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ ഇതെല്ലാം നിനക്ക് കിട്ടും. അപ്പൊ സമ്പത്തിന്റെ കാര്യം നമ്മൾ എന്ത് ചെയ്യുക വേണ്ട, ചോദിക്കുക വേണ്ട, അത് തന്നോളും. കാരണം ദൈവം ആരാണ്? സമ്പന്നനാണ്. ബൈബിളിൽ വാക്യമുണ്ട്, വസ്തുവില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സദൃശവാക്യത്തിൽ നിനക്ക് വാക്യമുണ്ട്, എന്നെ സ്നേഹിക്കുന്നവന് വസ്തുവക ഞാൻ അവകാശമായി കൊടുക്കും. തിരുവനന്തപുരത്ത് 1 ഇഞ്ച് സ്ഥലമില്ലെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടക്കണ്ട. ആ വാക്യം എടുത്ത് DTP എടുത്ത് നിന്റെ ബെഡ്റൂമിൽ ഒട്ടിച്ചു വെക്കണം. എന്നിട്ട് പറയണം, ദൈവത്തെ സ്നേഹിക്കുന്ന എനിക്ക് വസ്തുവക അവകാശമാകണം. എത്ര പേരതിന് ആമീൻ പറയും? ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിന്റെ സകല വിടുതലും വചനത്തിലാ കിടക്കുന്നേ. ഇനി നമുക്ക് വളരെ പെട്ടെന്ന് പോവാം. ആശയത്തിലേക്ക് വരണം. ചോദിക്കാത്ത ദൈവത്തിന് സ്തോത്രം. ഇതിനു പുറമെ നീ അപേക്ഷിക്കാത്തതായ സമ്പത്തും മഹത്വവും കൂടെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. മഹത്വം കൂടെ ഞാൻ നിനക്ക് മതി. ഇനി താഴോട്ട് വായിക്കുന്നില്ല, വായിച്ചാൽ മൊത്തം വായിക്കണം. കർത്താവിന്റെ സ്തോത്രം. അപ്പം പൗലോസ്ലീഹ റോമാ സഭയോട് പറയാണ്, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകാൻ തക്കവണ്ണം എൻ്റെ ദൈവം സമ്പന്നനാണ്. അപ്പം പ്രാർത്ഥിക്കുന്നവന് നൽകാൻ ദൈവം സമ്പന്നനാണ്. ഇനി രണ്ടാമത്തെ ഒരു ദൂതിലോട്ട് നമുക്കൊന്ന് വരാം. കർത്താവിന് സ്തോത്രം. അപ്പം പ്രാർത്ഥിക്കുന്നവൻ എന്തോ ദൈവം കൊടുക്കും? സമ്പത്ത് കൊടുക്കും. ഇനി അടുത്തത് സമ്പത്ത് വരുന്ന രണ്ടാമത്തെ വഴിയാണ് സദൃശ്യവാക്യം 10-ാം അധ്യായം 22-ാമത്തെ വാക്യം. നമുക്ക് കാണാറുള്ള വാക്യമാണ്, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകും. അപ്പം ഇനി അടുത്ത സമ്പത്ത് ഉണ്ടാകാനായിട്ട് ചെയ്യേണ്ടത്, നിന്നെ ദൈവം അനുഗ്രഹിക്കണം. എന്തോ ചെയ്യണം? സദൃശവാക്യം 10-22 വായിച്ചു കേൾപ്പിച്ചേക്കാം. അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. അപ്പൊ എങ്ങനെ സമ്പത്ത് ഉണ്ടാകുന്നേ? ദൈവത്തിന്റെ അനുഗ്രഹത്താൽ, യഹോവയുടെ അനുഗ്രഹത്താൽ. അത് ഇവര് പറയുന്നേ കേട്ടിട്ട് ഒരു ഉഷാറില്ലല്ലോ. എങ്ങനെ സമ്പത്ത് ഉണ്ടാകുന്നേ? അപ്പൊ ഇന്ന് ദൈവം നിന്നെ ഒന്ന് അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും രാവിലെ വരണം, കർത്താവ് എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. അനുഗ്രഹിച്ചാൽ എന്നോ ഉണ്ടാവും? സമ്പത്ത് ഉണ്ടാകും. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിന്നെ ദൈവം ഒന്ന് അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുക. ഈ ബൈബിളിനകത്ത് അനുഗ്രഹിച്ച സമ്പത്ത് ഉണ്ടാകുമെന്ന് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കണം. കർത്താവിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിനകത്ത് അബ്രഹാമിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചു. യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചു. അതിനുമ്പ് അബ്രഹാമിന്റെ പ്രായം കൂടെ പറയുന്നു. അബ്രഹാം വയസ്സ് എന്ന് വൃദ്ധനായി. യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചിരിക്കുന്നു. സകലത്തിലും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ആത്മീകമായും ഭൗതികമായും എല്ലാം സകലത്തിലും അനുഗ്രഹിച്ചിരിക്കുക. അപ്പം അനുഗ്രഹത്താൽ. ഇനി അബ്രഹാമിന്റെ സമ്പത്തിനെ കുറിച്ച് ഒന്ന് കേൾക്കണേ. 13-ാം അധ്യായം എടുത്ത് കർത്താവിന് സ്തോത്രം 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. അബ്രഹാമിന്റെ സമ്പത്തിനെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കന്നുകാലി, വെള്ളി, പൊന്ന്, ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. ഇനി അതിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. അവർ ഒന്നിച്ചു പാർപ്പാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചുകൂടാഞ്ഞു. സമ്പത്ത് വളരെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് ഒന്നിച്ചു പാർപ്പാൻ കഴിഞ്ഞില്ല. ഒരു അബ്രഹാമും ലോത്തും കൂടെ ഒന്നിച്ചു പാർത്തും ആ ദേശത്തിന് അബ്രഹാമിനെ വഹിക്കാൻ വയ്യാത്ത സമ്പത്തുണ്ടായി. അപ്പൊ ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, ദൈവം നിന്നെ ഒന്ന് അനുഗ്രഹിച്ചാൽ നിനക്ക് സമ്പത്ത് വരും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ദൈവം നിന്നെ അനുഗ്രഹിച്ചാൽ ഈ സമ്പത്ത് വരുന്നതിനൊരു കുഴപ്പം. ഇതൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായ കർത്താവിൻ്റെ സ്തോത്രം സന്തോഷമുണ്ട്. യോബിന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോഴേ ഈ സാത്താന് ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് യോബിനെ കുറിച്ച് പറയുകയാണ്,
ആമി യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിനകത്ത് പറയുകയാണ്, നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. സാത്താൻ ദൈവത്തോട് പറയാ, ദൈവമേ നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചുകൊണ്ട് അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. നിങ്ങൾക്ക് അതൊന്ന് അറിയണമെങ്കിൽ ആ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിച്ചേ. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ 7000 ആടും. എത്ര ഉണ്ട്? 7000 ആട്, 3000 ഒട്ടകം, 500 ഏർ കാള, 500 പെൺകഴുതയുമായ മൃഗസമ്പത്തും ഏറ്റവും വളരെ ദാസജനം ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ സകല പൂർവ്വ ദിഗ്വാസികളിലും മഹാനായിരുന്നു. അപ്പം ദൈവമാണ് സമ്പത്തിന്റെ ഉറവ, ദൈവം ആ സമ്പത്ത് തരുന്നത്. പിന്നെ പ്രശ്നം എവിടാ? സമ്പത്തെ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കരുത്. ഹല്ലേലൂയ. ഈ ഒരിക്കൽ ഒരാൾ യേശുവിൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തിയേച്ച് പറഞ്ഞു, കർത്താവേ, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യാം? അപ്പൊ കർത്താവ് കൽപ്പനകളെല്ലാം അങ്ങോട്ട് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു, അതെല്ലാം ചെറുപ്പം മുതലേ ഞാൻ ഇപ്പൊ പറഞ്ഞു, നിനക്കുള്ളത് പോയി വിറ്റേച്ച് ദരിദ്രർക്ക് കൊടുക്കാൻ പറഞ്ഞു. അവനാന്നേൽ ഈ പട്ടത്തൊരേക്കറും മെഡിക്കൽ കോളേജിൻ്റെ അവിടെ 1.25 ഏക്കറും എയർപോർട്ടിനോട് ചേർന്ന് 45 സെൻറ്റും പിന്നെ സംഗമുഖത്തോട് ചേർന്ന് ഈ റിസോർട്ട് നിൽക്കുന്ന ഏറിയാൽ 2 ഏക്കറും ഉള്ളവനാണ്. അവൻ ദുഃഖിച്ചു വീട്ടിൽ പോയെന്ന്. അപ്പൊ കർത്താവ് പറഞ്ഞു, സമ്പത്തുള്ളവൻ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം, അതിനെക്കാട്ടി എളുപ്പം ഒട്ടകം സൂചിക്കുള്ളിൽ കൂടെ കയറി. അപ്പൊ ശിഷ്യന്മാർ ഞെട്ടി. അതെന്നാ? കർത്താവ് അങ്ങോട്ട് വിവരിച്ചു. മർക്കോസ് അത് പറഞ്ഞേക്കുന്നേ, സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. സമ്പത്ത് നിനക്കുണ്ടാകുന്നതിനെതിരില്ല, ആശ്രയം സമ്പത്തിലല്ല, ആശ്രയം യേശുവിലാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. യോബ് മുമ്പേ നിങ്ങൾ വായിച്ചല്ലോ, അവൻ ഭയങ്കര സമ്പന്നനായിട്ട് അവന്റെ സമ്പത്തെല്ലാം പിശാച് വന്ന് 4 വഴിക്കൂടെ തോണ്ടിക്കൊണ്ടുപോയി. ഉടനെ അവൻ പറയുക, യഹോവ തന്നു, യഹോവ എടുത്തു. അവൻ പതറാത്ത എന്നാന്നറിയാം, ഇനിയും തരാൻ അവൻ അറിയാം. നിന്റെ വല്ല നന്മയും വല്ലയിടത്തും ബ്ലോക്കായി പോയെങ്കിൽ പേടിക്കേണ്ട, ഇനിയും ദൈവം തരും. ധനം പോയത് കൊണ്ട് ആരാധന കുറയരുത്. ധനം വന്നാലും വന്നില്ലെങ്കിലും, സമ്പത്ത് വന്നാലും വന്നില്ലെങ്കിലും ആരാധനക്കൊരു മാറ്റവുമില്ല. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. പണ്ട് ഒരു ഡോക്ടർ എൻ്റെ അടുക്കൽ സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു, പക്ഷേ ഇളയ മോന് ജോലിയില്ല, പക്ഷേ കഞ്ഞി കുടിക്കാനുള്ള നിവൃത്തിയില്ല. ഞാൻ ചോദിച്ചു, അച്ഛൻ എന്നെ വർത്താനാ പറയുന്നത്? അച്ഛൻ ഡോക്ടറാ, അച്ഛൻ്റെ ഭാര്യ ഡോക്ടറാ. ഞാൻ ചോദിച്ചു, അച്ഛനൊരു 3 ലക്ഷം ശമ്പളം ഇല്ലേ? ഇല്ല, പക്ഷെ 4.5 ഉള്ളൂ. മാമയ്ക്കോ ഉണ്ട് 3. മൂത്തവൻ ഡോക്ടറല്ലയോ? ആന്നു. അവന്റെ ഭാര്യ ഡോക്ടറല്ലയോ? ആന്നു. രണ്ടാമത്തെ മോൾ ഡോക്ടർ? ആന്നു. അവന്റെ ഭർത്താവും ഡോക്ടറും ഹോസ്പിറ്റലും ഉണ്ട്. ഞാൻ ചോദിച്ചു, ഇളയ ഒരുത്തനല്ല, അതെന്നാ കഞ്ഞികൂടിയാ? ഈ ചിലർക്കൊരു കുഴപ്പമുണ്ട്, ഉണ്ടെന്ന് പറയത്തില്ല. സ്തോത്രം. നീ ഉണ്ടെന്ന് തന്നെ. ഇനി ഉണ്ടെന്ന് പറഞ്ഞെന്ന് കരുതി ഈ ഉണ്ടെന്ന് പറയുന്നവനോട് കൊടുക്കണോ? അവന് കൊടുക്കണോ? ഇല്ലെന്ന് പറഞ്ഞാൽ ഇവൻ തരുവോ? എൻ്റെ ബ്രദറെ, എനിക്കൊന്നും ഇല്ല പറയല്ല. ആര് ചോദിച്ചാലും പറയണം സമൃദ്ധിയായിട്ട് നടക്കും. വണ്ടിക്കൂലി ഇല്ലെങ്കിലും പറയണം വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. അവൻ പോയി കഴിയുമ്പോൾ നടന്നു പോയാൽ മതി, വിട്ടുകൊടുക്കുകയല്ല. അതിൻ്റെ കാരണം എന്നാ? എൻ്റെ ദൈവം സമ്പന്നനാ. പക്ഷെ ആശ്രയം സമ്പത്തിലല്ല, ആശ്രയം ദൈവത്തിലാണ്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, സമ്പത്തിന്റെ പുറകെ നീ പോകരുത്. ബൈബിള് പറയുന്നത് നീ കേട്ടോണം, നിനക്ക് മുമ്പിൽ ഇടയൻ ഉണ്ടെങ്കിൽ നന്മയും കരുണയും എവിടുന്ന് വരും? നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. അപ്പൊ ഞാൻ 2-3 കാര്യങ്ങൾ പഠിപ്പിച്ചു. ഒന്നാമത്തെ കാര്യം എന്താ പഠിപ്പിച്ചെന്നറിയാമോ? കർത്താവിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. തന്നോട് പ്രാർത്ഥിക്കുന്നവന് ദൈവം സമ്പത്ത് കൊടുക്കും. 2 പറഞ്ഞു, ദൈവാനുഗ്രഹത്താല എന്താ ഉണ്ടാകുന്നേ? സമ്പത്ത് ഉണ്ടാകുന്നത്. കർത്താവിന് സ്തോത്രം. ഇനി ചിലർക്ക് ഈ സമ്പത്ത് ഒരു വാഗ്ദത്തമാണ്. ചിലർക്ക്, എല്ലാവർക്കും അല്ല, ചിലർക്ക് ഈ സമ്പത്ത് ഒരു വാഗ്ദത്തമാണ്.
ഇനി ആ വാഗ്ദത്തത്തെ കുറിച്ച് നമുക്കൊന്ന് വായിക്കണം. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കണം. സമ്പത്ത് ഒരു വാഗ്ദത്തമാണ്. എനിക്കിത് വായിക്കാൻ അങ്ങ് പറഞ്ഞു പോവാം. ഞാൻ ഈ വായിപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ കയറാനാ. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യം. ഇന്ന് ചിലർ ഈ വാക്യത്തെ വിരൽ ചൂണ്ടുമെന്ന് എനിക്കറിയാം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുമെന്ന് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്ന നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നിന്നെ കൊണ്ടുവന്ന് നീ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങളും നീ നിറയ്ക്കാതെ സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും നീ കുഴിക്കാത്ത കിണറുകളും നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടം ഒലിവ് തോട്ടങ്ങളും നിനക്ക് തരികയും നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ ഇതെല്ലാം നിനക്ക് തരാൻ വാഗ്ദത്തമാണ്. പിന്നെ അതിന്റെ താഴെ വീട്ടിൽ ചെന്ന് വായിക്കണം. നീ തിന്ന് തൃപ്തരാകുമ്പോ നിന്റെ ദൈവത്തെ മറക്കാതിരിക്കാൻ ഓർത്തോണം. ഞാന് ഒരു വീടിന്റെ സമർപ്പണത്തിന് പോയപ്പം ആ വീട്ടുകാര് സമർപ്പണം കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് നിന്നോണ്ട് ആ വീട്ടിലെ ബ്രദർ സാക്ഷി പറയുക, സ്തോത്രം, ഞങ്ങൾ വർഷങ്ങൾ ഗൾഫിലായിരുന്നു, ഞങ്ങൾക്ക് നാട്ടിൽ വന്ന് സെറ്റിലാകണമെന്ന് വിചാരിച്ച്, സ്തോത്രം, ഞങ്ങൾ എയർപോർട്ടിലോട്ട് വരുമ്പം, സ്തോത്രം, എയർപോർട്ടിൽ വെച്ച് ഒരാളെ പരിചയപ്പെട്ടു. പേരൊക്കെ അന്നേരം പറഞ്ഞ് ഞാൻ പേര് ഓർക്കുന്നില്ല. ഫ്ലൈറ്റ് വന്നപ്പം ഞങ്ങൾ അടുത്തടുത്ത സീറ്റിലുമായി വർത്താനമൊക്കെ പറഞ്ഞു. അന്നേരം ആ പുള്ളി പറഞ്ഞു, സ്തോത്രം, ഞാൻ നാട്ടിൽ പോകുന്നത്, ഞാൻ ഒരു ബിസിനസ് ഈ രാജ്യത്ത് തുടങ്ങി, ഞാനൊരു പുതിയ വീട് വെച്ചായിരുന്നു. സ്തോത്രം, ആ വീട് പല രാജ്യത്തുനിന്ന് കൊണ്ടുവന്ന ഫർണിച്ചറൊക്കെ കൊണ്ടുവന്നായിട്ട് ഷിപ്പയിലാണ് അമ്മ ഫർണിച്ചറെല്ലാം കൊണ്ടുവന്നത്. ഹൗസ് വാമിങ് നടത്തണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. സ്തോത്രം, അന്നേരമാണ് ഞങ്ങൾക്ക് പുതിയൊരു ബിസിനസ് ഓപ്പണിങ് കിട്ടി. അപ്പൊ പ്രാർത്ഥിച്ചപ്പോൾ ആ വീടങ്ങ് വിൽക്കണമെന്നും പിന്നെ വേറൊരു വീട് വെക്കണമെന്നുള്ള ആലോചന ഉണ്ടായോണ്ട് ഞാൻ വീട് കാണാൻ 1-2 പേര് വന്നിട്ടുണ്ട്. സ്തോത്രം, അതുകൊണ്ട് വീടങ്ങ് വിൽക്കാനായിട്ട് പോവാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു, ഞാൻ വീട്ടിലോട്ടല്ല പോകുന്നത്, നിങ്ങളുടെ വീട്ടിലോട്ടാ പോകുന്നത്, ഞാനൊരു വീട് വാങ്ങിക്കാനായിട്ട് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ചെന്നു. അന്നേരം തന്നെ ആ വീടിന് വില പറഞ്ഞു. ഇവൻ മനസ്സിൽ ഉദ്ദേശിച്ച വിലയ്ക്ക് വീട്. എന്നിട്ട് ആ വീടിന്റെ പ്രതിഷ്ഠയ്ക്ക് ചെന്നപ്പോൾ ആ വീട്ടിലെ പുള്ളിക്കാരന് ആവർത്തന പുസ്തകം 6-ന്റെ 10-11 വാക്യങ്ങളിൽ എടുത്തു വെച്ചോണ്ട് പറഞ്ഞു, പുള്ളിക്ക് 11 കൊല്ലം മുമ്പ് ഒരു യോഗത്തിൽ വെച്ച് ദൈവം കൊടുത്ത വാഗ്ദത്തമായത്. ഇന്നത് പുള്ളി പറഞ്ഞു, ഒരു ഫർണിച്ചർ പോലും വാങ്ങിക്കത്, എല്ലാം ബ്രാൻഡ് ന്യൂ. ആരും ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിച്ചിട്ടില്ല, ആരും സെറ്റിയിൽ ഇരുന്നിട്ടില്ല, പൈസ കൊടുത്തു. പക്ഷെങ്കിൽ നീ നിറയ്ക്കാത്ത സകല സമ്പത്തുകളും കൊണ്ട് നിറഞ്ഞ വീട്. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, വീടില്ലാത്തവരോടൊക്കെ ഞാൻ പറയാം, വാഗ്ദത്ത വചനമാണ്. ഭവനം ഒരു വാഗ്ദത്തമാണ്. നിനക്ക് സമ്പത്ത് തരുന്നതൊരു മനസ്സിലായി വരുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിന്റെ വീട് ഇടുക്കമാണെന്ന് തോന്നിയാൽ നീ ഈ വാക്യത്തെ കൈവെക്കണം. കർത്താവേ, വചനത്തിലുണ്ട്, എനിക്ക് കഴിവില്ല, എൻ്റെ ഈ പണമില്ല എന്നാൽ ദൈവം പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചു കേട്ടെ. ദൈവത്തിന് സ്തോത്രം. ആ വാക്യം ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ചേ. ദൈവത്തിന് സ്തോത്രം. 11-ാമത്തെ വാക്യം. നീ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങളും നീ നിറയ്ക്കാതെ സകല സമ്പത്തും സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും നീ കുഴിക്കാത്ത കിണറുകളും. എന്ന് പറഞ്ഞാൽ അകത്ത് പൈസ അടുക്കി വെച്ചേക്കുന്നല്ല, അതിനാവശ്യം ആ വീടിനകത്തുള്ള എല്ലാ സാധന സാമഗ്രികളും. ഇപ്പോൾ ഒരു വീട്ടിലേക്ക് ഫർണിച്ചർ വാങ്ങിച്ചു നോക്കണം, ഒരു വീട് നല്ലതായിട്ട് ഒന്ന് ഡിസൈൻ ചെയ്ത് അകത്ത് ഒന്ന് ക്രമീകരിച്ച് നോക്കണം. വീടിന്റെ കർത്താവിന് സ്തോത്രം, സ്ട്രക്ചർ പണിയാൻ പൈസ വേണ്ട, അതിന്റെ 3 ഇരട്ടി വേണം വീട് പണിയാൻ. ഹല്ലേലൂയ. ബൈബിൾ പറയുക, നീ നിറയ്ക്കാത്ത സകല സമ്പത്തും നീ നിറയ്ക്കാതെ സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും നീ കുഴിക്കാത്ത കിണറുകളും നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടം ഒലിവ് തോട്ടങ്ങൾ നിനക്ക് തരികയും. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, ഇസ്രായേലിന് ദൈവം വാഗ്ദത്തം കൊടുക്കുക, ഇതെല്ലാം നിനക്ക് തരാം. പക്ഷേ ആ വീട്ടിൽ പാർത്തോണ്ടിരുന്ന് നീ സഭായോഗം മുടക്കരുത്, ആരാധന മുടക്കരുത്. ആരാധനയ്ക്ക് വരുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും നിന്റെ ദൈവത്തെ മറക്കരുത്. മനസ്സിലായി പറയുക. അപ്പം കർത്താവിന് സ്തോത്രം, സമ്പത്ത് ഒരു വാഗ്ദത്തമാണ്.
112 സങ്കീർത്തനം നമുക്കെല്ലാം കാണാൻ അറിയാവുന്ന ഒരു വാക്യമുണ്ട്. ഐശ്വര്യവും സമ്പത്തും നിന്റെ വീട്ടിലുണ്ടാവും. നെഞ്ചത്ത് കൈവച്ച് പറയാതെ എൻ്റെ വീട്ടിലുണ്ടാകും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ ചിലരുടെ ലൈഫ് എല്ലാവർക്കും ഇത് ഒന്നിച്ച് കൊടുക്കുമെന്നല്ല. ചിലരുടെ ലൈഫിൽ നടക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കുന്നവന് സമ്പത്ത് കൊടുക്കും. വേറെ ചിലർക്ക് അനുഗ്രഹത്താൽ സമ്പത്ത് കൊടുക്കും. വേറെ ചിലർക്ക് ഇവിടെ എഴുതിയിരിക്കുകയാണ്, കർത്താവിന്റെ സ്തോത്രം, സമ്പത്ത് വാഗ്ദത്തമാണ്. ഇനി ഒരു കൂട്ടരെ കൂടെ തെളിയിക്കാൻ പോവാ. ഇങ്ങനെ പല കൂട്ടരുണ്ട്, എന്നാൽ സ്വർഗത്തിലെ ഉത്തമമായ സമ്പത്തിലോട്ടാണ് വരാൻ പോകുന്നത്. കർത്താവിന്റെ സ്തോത്രം. അപ്പം ഞാൻ ആദ്യം ഒന്നാമത് പറഞ്ഞ നിങ്ങളൊന്ന് പറയാമോ എന്നോട്? എന്തുവാ പറഞ്ഞേ? പ്രാർത്ഥിക്കുന്നവന് പ്രാർത്ഥിക്കുന്നവന് സമ്പത്ത് ദൈവം കൊടുക്കും. 2, അനുഗ്രഹം വന്നാ സമ്പത്ത് ഉണ്ടാവും. ഇത് പഠിച്ചോന്നറിയണം. 3-ാമത്തെ കാര്യം വാഗ്ദത്ത സമ്പത്ത്. 4-ാമത്തെ കാര്യം, ഈ ചിലർക്ക് സമ്പത്തുണ്ടാക്കാൻ ദൈവം ശക്തി കൊടുക്കും. ചിലർക്ക് ആവർത്തന പുസ്തകം എടുത്തേ ഇന്ന് വാക്യം ചിലർക്ക് വിടുതല. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 18-ാം വാക്യം എടുത്തേ. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 18-ാം വാക്യം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവമായ യഹോവേ, നീ ഓർക്കണം, നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത നിന്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത്. അപ്പൊ സമ്പത്തുണ്ടാക്കാൻ ശക്തി തരുന്നവൻ ദൈവമാണ്. ഒന്നുകൂടെ കേറി പറയാം, ദൈവത്തിന്റെ ശക്തിയാൽ നിനക്ക് സമ്പത്തുണ്ടാക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ നിന്നെ എന്തൊക്കെയോ കാര്യത്തിനകത്ത് ദൈവം ഇൻവോൾവ് ആക്കാൻ പോവുക. ഇനി നീ ഇടപെടുന്ന ചില കാര്യത്തിനകത്ത് സാമ്പത്തിക നന്മ. നന്ദി കർത്താവേ. അത് വിശ്വസിക്കാമെങ്കിൽ ഞാൻ ചില വചനങ്ങളെ തുറന്നു വിടാം. എന്നോട് ദൈവാത്മാ പറയാം, കാലപ്പഴക്കം ചെന്ന ചില തടസ്സങ്ങൾ ഇന്നത്തെ പ്രാർത്ഥനയെ പൊട്ടും. നിനക്ക് സമ്പത്തുണ്ടാക്കാൻ ശക്തി തരാൻ പോവാ. നിന്റെ ബിസിനസ്സിനകത്ത് ദൈവശക്തി വ്യാപരിക്കാൻ പോവാ. നിന്റെ കുടുംബജീവിതത്തിനകത്ത് ദൈവശക്തി വ്യാപരിക്കാൻ പോവാ. ഇന്ന് ആരാധന കേൾക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, സമ്പത്തുണ്ടാക്കാൻ ശക്തി. എത്ര വലിയ സമ്പത്ത് തന്നാലും ഭക്തൻ ഒരിക്കൽ പാടി, എൻ്റെ സമ്പത്ത് യേശുവാ. എൻ്റെ സമ്പത്ത് ആരാ? എന്നും നമ്മൾ പാടുന്ന ഒരു പാട്ടാണ്, എൻ്റെ സമ്പത്ത് കർത്താവാ. ദൈവത്തിന് സ്തോത്രം. അത് മനസ്സിലാക്കുന്നവർ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇവിടെ നമ്മൾ വചനത്തിലോട്ടൊന്ന് വന്നേ. സമ്പത്തുണ്ടാക്കാൻ ശക്തി തരുന്നവൻ ആരാണ്? ദൈവമാണ്. സ്തോത്രം. ഇനി അതിൻ്റെ വേറൊരു ലെവലിൽ വായിച്ച് ആവർത്തന പുസ്തകം 28-ാം അധ്യായം എടുത്തേ. ഈ ദൂത് ചിലർക്ക് വിടുതലാകട്ടെ. 28-ാം അധ്യായം 8-ാം വാക്യം വായിച്ചേ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 28 നിന്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. നീ കൈ തൊടുന്ന സകലത്തിലും യഹോവ അനുഗ്രഹം കൽപ്പിക്കും. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുക, നീ കൈ തൊടുന്ന സകലത്തിലും. നീ തകർന്ന് എന്താ തൊട്ടോ അത് തകർന്നെങ്കിൽ പരിശുദ്ധാത്മാ പറയാ, ദൂത് മാറുകയാണ്, വെളിപ്പാട് മാറുകയാണ്, വചനത്തിന്റെ ദൂത് മാറുകയാണ്. നീ കൈ തൊട്. കണ്ടോ യേശുവിന്റെ നാമത്തിൽ ചില കഷ്ടകാലങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് നന്ദി കർത്താവേ. ചിലരോട് പരിശുദ്ധാത്മാവ് ദൂത് പറയാം, നിന്റെ ദാരിദ്ര്യ അവസ്ഥ പൊട്ടട്ടെ, നിന്റെ കടബാധ്യതകളെ കെട്ടു പൊട്ടട്ടെ യേശുവിന്റെ നാമത്തിൽ. നീ കൈ തൊടുന്ന സകലത്തിലും നീ കൈ തൊടുന്ന യെസ് എന്ന് പറഞ്ഞാൽ ആ വാക്യം നമ്മൾ മനസ്സിരുത്തി പഠിക്കുമ്പം നിങ്ങൾക്കറിയാം, മണിക്കൂറുകൾ പ്രസംഗിക്കേണ്ട, ദിവസങ്ങൾ പ്രസംഗിക്കേണ്ട ദൂത ഞാൻ ഒരു ഷോർട്ട് ടൈം കൊണ്ട് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കങ്ങനെ പറയാൻ മടിയില്ലാത്ത എന്നാന്നറിയാമോ? എവിടെ തുറന്നാലും ദൂതായോണ്ടാ. ദൂതിന് ക്ഷാമവും ഇല്ല. നിങ്ങൾ നോക്കിയേ, ഇസഹാക്കിനെ കുറിച്ച് ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഭാഗം നിങ്ങൾ നോക്കിയേ. ദൈവം ഇസഹാക്കിനോട് പറഞ്ഞു, നീ ഇവിടെ പാർക്ക്, ഇവിടെ നിന്നെ അനുഗ്രഹിക്കാം. ആ അനുഗ്രഹം എന്താണെന്നറിയാമോ? ഇസഹാക്ക് ആ ആണ്ടിൽ വിതച്ചു, അവന്റെ കൈ വിതച്ചു, അവൻ കൈ തൊടുന്നിടത്ത് അനുഗ്രഹം ഇറങ്ങി. ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു, ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. അവൻ വർദ്ധിച്ച് മഹാധനവാനായി. അവൻ മാട്ടിൻകൂട്ടങ്ങളും വളരെ ദാസീദാസന്മാരും ഉണ്ടായിരുന്നു. ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. ഞാൻ പോലും ദൈവത്തിന് സ്തോത്രം, ഇങ്ങനൊരു ഭാഗത്തിലോട്ട് ഇങ്ങനെ കൃത്യമായ രീതിയിൽ എനിക്കൊരു കാര്യം പഠിച്ചു കിട്ടിയിട്ടില്ല. എന്നെ ദൈവാത്മാവ് പറഞ്ഞു, ഈ ദിവസങ്ങളിൽ ചിലതിന് വിടുതല തിരിച്ചറിഞ്ഞു. സ്തോത്രം ചെയ്യ്. അപ്പം കർത്താവിൻ്റെ സ്തോത്രം. അപ്പം സാമ്പത്തിക വിഷയത്തിനകത്ത് നിങ്ങൾ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഒടുവിലത്തെ കാര്യം. അപ്പം ഈ സമ്പത്തെല്ലാം
ഈ ഭൂമി കൊണ്ട് അവസാനിക്കും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത്രയും കോടീശ്വരനായ അബ്രഹാമിനെ കുറിച്ച് ബൈബിളിൽ എഴുതിയേക്കുന്ന കേൾക്കണോ? സകലത്തിന് സമ്പന്നനായ അബ്രഹാമിനെ കുറിച്ച് പൗലോസ് ലേഖനത്തിൽ എഴുതി, അവൻ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അപ്പൊ അടിസ്ഥാനമിട്ടതുമായ നഗരം നോക്കി പാർത്തു. എബ്രായ ലേഖനം എടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എബ്രായ ലേഖനം 11-ാം അധ്യായം, ഹല്ലേലൂയ, 9-ാമത്തെ വാക്യം. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായി ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്. ഈ കൂടാരത്തിൽ പാർത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ചിലര് പാസ്റ്റർമാര് വ്യാഖ്യാനിക്കാതെ ചുമ്മാ ഒരു ഷീറ്റായിരുന്നു, അതിൻ്റെ കീഴിലാണ് താമസിച്ചത് എന്ന് പറഞ്ഞാൽ അത് എളിമത്വമാണ്. ഈ പറയുന്ന ആള് എളിമത്വത്തിലല്ല, അതൊന്നുമല്ല ഇതിൻ്റെ അർത്ഥം. അബ്രഹാമിൻ്റെ വീടൊക്കെ എന്നോ സെറ്റപ്പ് വീടാ. അബ്രഹാമിൻ്റെ കൂടാരം നോക്കാൻ ഒരു 5000 പേര് താമസിക്കുന്ന കൂടാരാ. ഒരു കാളയൊക്കെ കൊടുത്ത അരമണിക്കൂറുണ്ട് കറി വരും. ഒരു കാളയെ തരാൻ അടുത്ത ആഴ്ച കറി തരാവും. നമ്മൾ മിണ്ടുന്നില്ലല്ലോ. കണ്ടോ, അത്ര ക്രമീകരണം, അത്ര വലിയ കൂടാരം അബ്രഹാമിൻ്റെ. അല്ലാതെ ഒരു 4 പ്ലാസ്റ്റിക് ചാക്ക് വലിച്ചു കെട്ടിയെന്നല്ല ഇതിൻ്റെ അർത്ഥം. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. കൂടാരത്തിൽ പാർക്കുമ്പോഴും കൂടാരവും മൃഗസമ്പത്തും വെള്ളിയും പൊന്നും അല്ല അവൻ്റെ സബ്ജക്റ്റ്. അവന്റെ സബ്ജക്റ്റ് ഏതാണെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിൽ പണിതുകൊണ്ടിരിക്കുന്ന സ്വച്ഛ സ്ഫടിക തുല്യമായ തങ്ക തെരുവീതികളുള്ള പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം. അവൻ എത്ര വലിയ കോടികളുടെ വീട്ടിൽ നീ താമസിച്ചാലും നിന്റെ കോടികളല്ല വലുത്, നിന്റെ വീടല്ല വലുത്. ദൈവം യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് ദൂത് പറയുക. ഇനി നടക്കാൻ പോകുന്ന കാര്യം, നിന്റെ വീടൊക്കെ പൊളിയും. ഇനിയും വരാൻ പോകുന്ന ഒരു കൂടാരം, അത് ദൈവത്തിന്റെ കൂടാരമാ. നമ്മുടെ നോട്ടം അതിലാണ്. മോശയെ കുറിച്ച് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് കേൾക്കണോ? കർത്താവിന്റെ സ്തോത്രം. മോശയെ കുറിച്ച് എഴുതിയിരിക്കുന്ന അതേ അധ്യായം എടുത്തല്ലോ. മോശയെ കുറിച്ച് എഴുതിയിരിക്കുന്നത് കേട്ടോ. 11-ാം അധ്യായം 25-ാം വാക്യം വായിച്ച്. കർത്താവിന്റെ സ്തോത്രം. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന. മിസ്രൈമിലെ നിക്ഷേപം എന്ന് പറഞ്ഞാൽ ചരിത്രം പഠിച്ചാൽ അന്നത്തെ രാജാവിന്റെ പടനായകനായിരുന്നു മോശ. ഒത്തിരി യുദ്ധങ്ങളിൽ ആ രാജ്യത്തെ രക്ഷിച്ചിട്ടുണ്ട്. അന്നേരമല്ല പല രാജ്യങ്ങൾ കൊടുത്ത സ്വർണ്ണ ഫലകങ്ങൾ, ദൈവത്തിന് സ്തോത്രം, കോടി വില മതിക്കുന്ന നിക്ഷേപം മോശയ്ക്ക് അവിടെ ഉണ്ട്. പക്ഷെ ആ നിക്ഷേപമൊക്കെ ചപ്പന്നും ചവറെന്നും എണ്ണി ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണി. കണ്ടോ, ധനമല്ല വലുത്, സ്വർഗത്തിലെ നിക്ഷേപം. യേശുവിന്റെ നാമത്തിൽ മനസ്സിലായവർ സ്തോത്രം ചെയ്യ്. അല്ല, പൗലോസ് പറയുകയാണ്, എബ്രായ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത്. ഞാൻ പ്രസംഗിക്കുന്ന 80-ാമത്തെ വയസ്സിൽ അറ്റാക്ക് വന്ന് അടിച്ചു പോകുന്ന ജീവിതം അല്ല ഞാൻ പ്രസംഗിക്കുന്നത്. മരിച്ചാൽ ബൈബിളിൽ പറയാം, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. രക്ഷിക്കപ്പെട്ടവന് മരണമില്ല, പ്രമോഷനാ. ഇവിടുന്ന് അപ്പന്റെ വീട്ടിലേക്കുള്ള പ്രമോഷൻ. മനസ്സിലായവര് സ്തോത്രം ചെയ്യ്. അതുകൊണ്ട് ഇവിടുത്തെ കാറ് വലുതല്ല, ഇവിടുത്തെ വീട് വലുതല്ല, എന്നാ വരാൻ പോകുന്നത്. പാട്ടുകാരനൊക്കെ പാടുന്നുണ്ട്, മുത്തുമാനമാം 12 ഗോപുരത്തിന്റെ കാര്യവും ഒക്കെ താൻ വിവരിക്കുന്ന ധാരാളം പാട്ടുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. സ്വർഗത്തിൽ നിലനിൽക്കും ഉത്തമ സമ്പത്ത് എന്തുവാ? അത് നിന്റെ നിത്യജീവനാ. ഒരാമയും പറഞ്ഞാട്ട് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, പുഴുവും തെരുമ്പും കെടുത്തുന്ന ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുത്താതെ സ്വർഗത്തിലത്രേ. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാ, സമ്പത്തിന്റെ കാര്യം പ്രാർത്ഥിക്കേണ്ട, അത് പുറകെ വന്നോളും. എത്ര പേർ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സമ്പത്ത് ദൈവം കൊടുക്കും. ദൈവത്തിന്റെ അനുഗ്രഹത്താൽ സമ്പന്നനാകും. സമ്പത്ത് ചിലരുടെ വാക്തത്വമാണ്. ചിലരോട് പറയാ, സമ്പത്തുണ്ടാക്കാൻ ശക്തി. നിനക്ക് സമ്പത്തുണ്ടാക്കാൻ ശക്തി തരുന്നവൻ ദൈവം. ഒരു പ്രവചനം പറയാം, നിന്ന സഹിച്ചു മടുത്ത, അപവാദം സഹിച്ചു മടുത്ത നിനക്ക് സമ്പത്തുണ്ടാക്കാൻ നിനക്ക് ദൈവം ശക്തി തരും. നിന്നെ ഏതോ ഒരു പ്രവർത്തന മേഖലയ്ക്കകത്ത്
തമ്പുരാൻ കൊണ്ട് ചേർത്ത് നിർത്താൻ പോവാ. ഞാനതൊക്കെ വ്യാഖ്യാനിച്ചാൽ ദൂത് മാറിപ്പോവും. കാളയുടെ മരമടിയുടെ പുറത്ത് കയറി നിൽക്കുന്ന ഒരുത്തം പറഞ്ഞ് എനിക്ക് കാളെ പൂട്ടി അറിയത്തുള്ളൂ. ഇല്ലടാ, നിന്നെ തേടി ഒരു പുതപ്പ് വരുന്നുണ്ട്. ആ പുതപ്പ് എന്തിനാ വരുന്നറിയാമോ? നിന്റെ മിനിസ്ട്രി മാറാൻ പോവാ. ഇനിയും കാളെ പൂട്ടുന്ന പണിയല്ല നിന്റെ മേല. ആടിനെ തീറ്റിക്കൊണ്ടിരിക്കുന്നവനെ തേടി ഒരാൾ വരുന്നു. എന്താണ്? നിന്നെ വിളിക്കുന്നു. എന്തിനാണ്? ഒരു രാജാവായി അഭിഷേകം. കണ്ടോ നനയാത്ത നേരത്ത് നിന്നെ എന്തോ ഒരു കാര്യത്തിൽ തമ്പുരാൻ കൊണ്ട് ചേർക്കാൻ പോവുക. എന്തോ ഒരു കാര്യത്തിൽ ദൈവം നിന്നെ കൊണ്ട് ഇൻവോൾവ് ആക്കാൻ പോവുക. നീ പറയും ദൈവം അത് ചെയ്തെന്ന്. ഇതുവരെ നിനക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഏതോ ഒരു മേഖലയിൽ ഹോളി സ്പിരിറ്റ് നിനക്ക് പുതിയ ട്രെയിനിങ് തരിക. ആളിക്കത്തുന്ന തീ പോലെ ഇതിനകത്ത് അഭിഷേകം വ്യാപരിക്കുക. നീ പറയണ എന്റെ ദൈവ സമ്പന്നനാ, എന്റെ ദൈവ സമ്പന്നനാ. തന്നോട് പ്രാർത്ഥിക്കുന്നവർക്ക് അവൻ സമ്പത്ത് കൊടുക്കും. തന്റെ അനുഗ്രഹം വന്നാൽ സമ്പത്ത് വരും. ഇന്ന് വിട്ടിരിക്കുന്ന ചിലരോട് ദൂത് പറയുക, ഒരു അനുഗ്രഹം നിന്റെ ശിരസില്. വെളിപ്പാട് പറഞ്ഞു നിർത്താം. ഇന്ന് ഇവിടുത്തെ പോകുമ്പം എല്ലാവർക്കും അല്ല, ചിലർക്ക് നീ കൈ തൊടു നടക്കും. ദൈവം അനുഗ്രഹം കൽപ്പിക്കും. പക്ഷേ എത്ര അനുഗ്രഹം കിട്ടിയാലും നീ എന്നും നീയായിരിക്കണം. എത്ര സമ്പത്ത് കിട്ടിയാലും നീ എപ്പോഴും ഒന്നുമില്ലാത്തപ്പോ നമ്മൾ പറയും, എൻ്റെ കാശുണ്ടായിരുന്ന ഞാൻ സഭാ ഹോള് പണിത് കൊടുക്കും, എൻ്റെ കാശുണ്ടായിരുന്ന ഞാൻ കൺവെൻഷൻ നടത്തിയേനെ. പക്ഷെ എല്ലാം വന്നു കഴിയുമ്പോൾ പറയും ഭയങ്കര ടൈറ്റാ, ഭയങ്കര ഞെരുക്ക. ഞാനിന്ന് വചനം കേൾക്കുന്ന ചിലരോട് പറയാം, നിന്റെ അവസ്ഥ മാറുമ്പോൾ മാറിയതുപോലെ വേണം ദൈവത്തെ മാനിക്കാൻ. കാരണം ഇവിടുത്തെ സമ്പത്ത് നിലനിൽക്കുന്നതല്ല, ഉത്തമമായൊരു സമ്പത്ത് സ്വർഗത്തിൽ ഉണ്ടെന്ന് എബ്രായ വിശ്വാസിയെ അറിയണം. നിങ്ങളുടെ സമ്പത്ത് അപഹരിച്ച്, നമുക്ക് ആ വാക്ക് ഒരിക്കലും വായിക്കണം. എബ്രായർക്ക് എഴുതിയ ലേഖനം 10:34 സ്വർഗത്തിൽ നിലനിൽക്കുന്ന സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ടെന്നറിഞ്ഞ് കേട്ടെ, സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ കഴിച്ചുവല്ലോ എന്ന് പറഞ്ഞ അവരിൽ ചിലർ സമ്പത്ത് അപഹരിക്കപ്പെട്ടിട്ടും വിശ്വാസത്തിൽ നിന്ന് പോയില്ല. ശത്രു ചിലരുടെ സമ്പത്ത് കൊണ്ടുപോയി ബിസിനസ് തകർത്തു, കുടുംബജീവിതം തകർത്തു, പക്ഷെ വിട്ടുകൊടുത്തില്ല. അവരെ എഴുതി ഉറപ്പിക്കുക, സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ പേടിക്കണ്ട. എന്തില്ലെന്ന് പറഞ്ഞു പഠിപ്പിച്ചോ, അതെല്ലാം ഉണ്ട്. എബ്രായരെ എങ്ങനെ കേൾക്കണോ? ആകാശത്തിൽ കൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുണ്ട്. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അവൻ മഹാനായ ക്രിസ്തുവാണ്. എത്ര പേർക്ക് അവൻ മഹാപുരോഹിതനായ ക്രിസ്തുവാണ്. ശാന്തമായിട്ട് പ്രസംഗിക്കാനാണ് എന്നും മൈക്കെടുക്കുന്ന, പക്ഷെ അറിയാതെ അങ്ങ് ആവേശമായി പോവാ. കാര്യം പ്രസംഗശാസ്ത്രം പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട്. ഹല്ലേലൂയ. പ്രസംഗം ആത്മാവിലായി പോവാ. ഞാനൊരു ദൂത് പറഞ്ഞ് നിങ്ങളെ നിർത്താം. സ്തോത്രം. ആമേൻ. എവിടെയെങ്കിലുമൊക്കെ കടവോ ഞെരുക്കോ ഒക്കെ ഉണ്ട്, പേടിച്ച് വിറയ്ക്കുമൊന്നും വേണ്ട. എൻ്റെ ദൈവം സമ്പന്നനാ. എൻ്റെ ദൈവം ആരാ? ഒന്ന് പറഞ്ഞ് ആരാ? സമ്പന്നനാ. ഹല്ലേലൂയ. അവൻ നിനക്ക് തരുന്ന വഴി വേറെയാ. പക്ഷെ ദൈവം നിനക്ക് തരുന്നതിന് ഒത്തവണ്ണം നീ ദൈവത്തോട് നന്ദി പറഞ്ഞോണം. ദൈവം പറയുകയാണ്, കർത്താവിന് സ്തോത്രം, നീ വെക്കാത്ത സകല സമ്പത്ത് നിറഞ്ഞ വീടും നീ വെട്ടാത്ത കിണറും വെച്ചുണ്ടാക്കാത്ത തോട്ടവും ഒക്കെ നിനക്ക് തരുമ്പോ നീ അതിനകത്ത് കയറിക്കൊണ്ട് എന്നെ മറക്കരുത്. നടത്തിയ വിധങ്ങൾക്ക് നന്ദി പറഞ്ഞോണം. ആര് സ്തോത്രം പറഞ്ഞില്ലെങ്കിലും, ശലോമോൻ 1000 യാഗം കഴിച്ചില്ലെങ്കിലും നീ 1000 യാഗം കഴിക്കണം. എന്റെ കാരണം അതുപോലെ നിന്നെ നടത്തിയ കഴിഞ്ഞ 10 വർഷം നടത്തിയതൊന്ന് ഓർത്തേ. എത്ര അത്ഭുതകരമായിട്ടാ, നിനക്ക് പോലും പിടികിട്ടുന്നില്ല. നിന്റെ തലയ്ക്ക് അസ്വസ്ഥത വരുന്നു. എങ്ങനെയാ നടത്തിയേ? ഇതിനകത്തൊരു തീ ആളി കത്തുകയാ. എന്നോട് ദൈവാത്മാവ് പറയാ, വലവിരിക്കും പോലെ നിന്റെ നന്മയ്ക്ക് തമ്പുരാൻ വലവിരിക്കുക. യേശുവിന്റെ നാമത്തിൽ. ഇന്ന് ദൂത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ കുടുംബത്തിലെ ശാപങ്ങൾ എന്റെ ദൈവം അഴിച്ചവൻ. ചിലരെ പരിശുദ്ധാത്മാവ് തൊടുക. ഇന്ന് പൊട്ടും. നിന്റെ ആ ദാരിദ്ര്യം, ഇല്ലായ്മയുടെ ഗതികൾ
ഓ നന്ദി കർത്താവേ. ഓ ദൂത് സ്വീകരിക്കുന്നവർക്കായി സ്തോത്രം. ആമീൻ. ഏതു രാജ്യത്തിന് നീ ദൂത് കണ്ടാലും നീ ഇതിനെല്ലാം ആമീൻ പറയണം, ഇതിനെല്ലാം ആമീൻ പറയണം. നിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടാൻ പോവുക. പക്ഷെ ആത്മാവ് പറയുന്നു അതിനേക്കാൾ വലുതാണ് നിത്യത. എനിക്ക് ദൈവാത്മാവ് കാണുന്നൊരു കാഴ്ച, ഈ വചനം ചില വീട്ടില് ഞാൻ ഇങ്ങനെ കാണുന്നത്, കടലിൽ കൊണ്ട് വല വീച്ചു വിതറുന്ന പോലെ ഇന്ന് ചില വീടിനെ ചുറ്റും ഈ ദൂത് ദൈവാത്മാവ് വിതറുക. നിന്റെ കുടുംബത്തിൽ നിന്ന് ഒഴിയാതെ കിടക്കുന്ന ബാധകൾ ഇന്നത്തെ കണ്ടോ 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 അടുത്തിരിക്കുന്ന ആളെ ശ്രദ്ധിക്കരുത്. എല്ലാവർക്കും ഇല്ല. സെലക്റ്റീവായ ചിലരുടെ മേൽ അസാധാരണമായ ഒരു അഭിഷേകം ഇന്നും നിന്നെ ചില വീടുകളെ തെരഞ്ഞു പിടിച്ച് അനുഗ്രഹിക്കട്ടെ പരിശുദ്ധാത്മാവ് യേശുവിന്റെ നാമത്തിൽ. ചില കുടുംബങ്ങളെ അളവില്ലാതൊരു പകർച്ച നിന്റെ മേൽ പകരട്ടെ, അളവില്ലാതൊരു പകർച്ച നിന്റെ മേൽ. അകനോന്റെ തലയിൽ വീണ അഭിഷേക തൈലം വലവിരിക്കും പോലെ പരിശുദ്ധൻ. ആധാരം നീയേ, നന്ദി 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 യേശുവേ. വിശ്വാസത്തിനാരംഭം നീയേ, രാവിലും പകലിലും ആ കൈ നിഴലായി നിന്നും പരിധികളില്ലാതെ പരിപാലിച്ചതോർത്ത എങ്ങനെ കഴിഞ്ഞു പോയോരോ ദിനവും ആശ്ചര്യമേ. ഞാൻ നനച്ചതിലും അധികം എന്നിൽ അത്യന്തം പരമാ. എങ്ങനെ കഴിഞ്ഞു പോയോരോ ദിനവും ആശ്ചര്യമേ. ഞാൻ നനച്ചതിലും അധികം എന്നിൽ അത്യന്തം പരമാ. പ്രിയരെ, 4 കാര്യം ഞാൻ അക്കമിട്ട് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം പ്രാർത്ഥിക്കുന്ന നിനക്ക് സാമ്പത്തികമായ ഒരു വിടുതൽ നടക്കും. 2, ദൈവത്തിന്റെ അനുഗ്രഹം നിന്റെ മേൽ ഇറങ്ങിയാൽ നിന്റെ ലൈഫിൽ സമ്പത്തുണ്ടാകും. 3, വാഗ്ദത്തം ആ സമ്പത്ത് തരാമെന്ന്. 4, ദൈവത്തിന്റെ ശക്തിയാൽ. 4 കാര്യം മറക്കരുത്. എന്നെ മറന്നോ, ദൂത് മറക്കരുത്. 4 ഭാഗങ്ങളിലെ വചനമാൻ തുറന്നുവിട്ട് സമ്പത്തുകളുടെ അപഹാരമുണ്ടായപ്പോ പൗലോസ് എബ്രായ വിശ്വാസോട് പറയുക, സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള ധൈര്യം തള്ളിക്കളയരുത്. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നമുക്ക് ആവശ്യം.